بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة أنزلناها وفرضناها وأنزلنا فيها آيات بينات لعلكم تذكرون الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ألم تر أن الله أعطاك سورة ترى كل ملك دونها يتذبذب ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂറാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തുടങ്ങാൻ പോകുന്നത്. മറ്റു സൂറത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് ഹുക്കുമുകൾ, നിയമങ്ങൾ ഓരോ മുസ്ലിമായ ആണും പെണ്ണും എക്കാലവും മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക അധ്യായമാണ് സൂറത്തുൻ നൂർ. സാധാരണ നമ്മൾ ശ്രദ്ധിക്കാത്ത പല വിഷയങ്ങളും ഹുക്കുമുകളാക്കി വളരെ കാര്യഗൗരവത്തോടെ തന്നെ ഓർമ്മപ്പെടുത്തുകയും ഉണർത്തുകയും അതിൻ്റെ ഗൗരവം നന്നായി ഉൾക്കൊള്ളാൻ വേണ്ടി ഉപദേശിക്കുകയും ചെയ്യുന്ന സൂറത്താണ്. നമുക്കിടയിൽ ഒരുപക്ഷെ നമ്മുടെ സ്വഭാവ വൈകല്യം കൊണ്ടോ അല്ലെങ്കിൽ മാറി വരുന്ന ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ ഉണ്ടായേക്കാവുന്ന കുടുംബജീവിതത്തിലെ അനർത്ഥങ്ങൾ ഒരുപാട് ആളുകൾ അവരെ നേർക്ക് നേരെ ഇരുത്തി, മുന്നിൽ തന്നെ ഇരുത്തി നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് സൂറത്തുൻ നൂർ. നമ്മളെ മഹാന്മാരായ കമ്മിറ്റി ഭാരവാഹികൾ വേണ്ട പ്രചരണമൊന്നും നടത്താത്തത് കൊണ്ട് പതിവ് പോലെ ആളുകൾ എത്തിയിട്ടേ ഉള്ളൂ എന്ന് സങ്കടകരമായി അവരെ ഉണർത്തുകയും നമ്മളെ കീശേരിയിലെ പുതിയ പള്ളിയിലേക്ക് അവർ വല്ലാതെ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ വെള്ളിയാഴ്ച ഞാൻ മുങ്ങാൻ സാധ്യതയുണ്ട് എന്നറിയിക്കുകയും ചെയ്യാം. ഒരു പോസ്റ്റും നോട്ടീസൊന്നും ഇവർ അടിച്ചിട്ടില്ല. ഇല്ല, അത് നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണ്. സംഘടനാശാസ്ത്രം അങ്ങനല്ല. സംഘടനാശാസ്ത്രം അങ്ങനെ ഒരു പുതിയ സൂറത്ത് തുടങ്ങുമ്പോൾ ഇപ്പൊ ഈ പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ വാതിന് ഇതിലിങ്ങനെ കേട്ടിട്ട് കുറെ സ്ഥലത്ത് നിന്ന് ആൾക്കാർ വിളിച്ചാണല്ല. ഞാൻ അൽഫിയ തൊട്ട് വേദന തുടങ്ങിയില്ല. അൽഫിയത്തിന്റെ കാലം മുതൽക്ക് വാതിനൊറ്റ ദിവസം ഒഴിവില്ല. ഇത് ആളുകൾ വന്ന് നമ്മളെ പരിസരത്തുള്ള ആളുകൾ നന്നായി പഠിക്കണം, അതിനൊരുക്കിയതാണ്. അത് ഓൺലൈൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആൾക്കാരെ മുന്നിലിരുത്തി പറയുമ്പോൾ അത് വേറൊരു പ്രതിഫലനമാണ്. അതാണ്. മറ്റേ ഓൺലൈൻ ആകുമ്പോൾ തുറന്നൊക്കെ ചെയ്യും, പൗതി ഭാഗം ഉറങ്ങും ചെയ്യും, അങ്ങനെ ഉണ്ടാവും. ചിലപ്പം കേൾക്കും വേറെ ഷുഗല്ലായിട്ടായിരിക്കും കേൾക്കുക. അപ്പോൾ ശരിക്കും അങ്ങോട്ട് തട്ടിക്കോളണമെന്നില്ല. പിന്നെ ഒരു വെള്ളിയാഴ്ച സദസ്സിൽ ഒരുമിച്ച് കൂടാന്ന് പറഞ്ഞൊരു മഹത്വം ഉണ്ടല്ലോ.
അതുകൊണ്ട് നിർബന്ധമായിട്ടും കാശില്ലെങ്കിൽ ഞാൻ പിരിച്ചു തരുന്നുണ്ട്. പോസ്റ്റർ ഒട്ടിക്കണം, കൈ നോട്ടീസ് അടിക്കണം. അത് നിങ്ങൾ ഒരുമിച്ച് കൂടി എല്ലാവർക്കും കാശില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ വെള്ളിയാഴ്ച പിരിച്ചു തരുന്നുണ്ട്. നിർബന്ധമായിട്ടും ചെയ്യണം. 2 കമ്മിറ്റിക്കാർ ഒരുമിച്ച് എനിക്ക് കിട്ടണം. ഇനി ഇയാളാണ് വലിച്ചിട്ട് കിട്ടണ്ടേ. 2 കമ്മിറ്റിക്കാർ ഒരുമിച്ചിൻ്റെ റൂമിൽ വരണം. അത് പറഞ്ഞിട്ട് ശരിക്കും വിശദീകരിച്ചു കൊടുക്കണം. മുമ്പ് നമ്മൾ സൂറത്ത് വേറെ കമ്മിറ്റിക്കാരൻ വരുന്നു, എല്ലാത്തിനും നന്നായി അടി കൊടുക്കണം. അപ്പോഴേ ഇത് നേരാവുള്ളൂ. ഉറക്ക് മാറിയിട്ട് ഒരു ഉണർവ് കിട്ടണ നേരത്തൊക്കെ ഉറങ്ങാണ്. വലിയ പൊരും പത്രാസല്ലേ നമുക്കുള്ളത്. സുബൈൻ്റെ മുമ്പ് എണീക്കണ ആൾക്കാർ നമ്മളെ കൂട്ടത്തിൽ നിന്ന് കയ്യന്തിക്കാൻ പറഞ്ഞാൽ നാണക്കേടാ. രാത്രിയൊക്കെ ഓരോരുത്തരിങ്ങനെ തിന്നണ തീറ്റ കണ്ടിട്ടുണ്ടെങ്കിൽ അജബൻ അജബ ഓടിപ്പെടും. പാകിസ്ഥാനെ മൂപ്പരേൽപ്പിച്ചാലും മതി. മുമ്പേ നമ്മൾ സൂറത്ത് യാസീൻ ഓതുമ്പോ എത്ര പോസ്റ്റർ ഒന്നും അടിച്ചിരുന്നു. പാകിസ്ഥാന്റെ ഭാഗത്ത് തന്നെ വേറെ അടിച്ചിരുന്നു. അതുകൊണ്ടത് വേണം. ഞാൻ ഇതിങ്ങനെ കുറെ പറയും. ഞാൻ മുമ്പ് മൂപ്പരോട് കല്യാണത്തിന് പറഞ്ഞ ഞാൻ നിർത്താണെന്ന് പറയാൻ കാരണം ക്ലാസ് തുടങ്ങിയതിന്റെ പുരോഗതി ഇല്ലാത്തതുകൊണ്ടാണ്. പുരോഗതിപ്പെടുത്തേണ്ട മുഖ്യമായും അതിന്റെ ചുമതല കമ്മിറ്റി ഭാരവാഹികൾക്ക്. 2 കമ്മിറ്റിയും കൂടുമ്പോൾ ശരിക്കും ഇവിടെ പള്ളിയിൽ കൊള്ളുന്ന ആള് പോരാ, അതിലപ്പുറം ആള് വേണം. നമ്മളെ പ്രവർത്തനമാണ്, ദീനീ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ നോക്കി, ഈ നാട്ടിൽ ഒരുപാട് ക്ലാസ്സുകൾ മറ്റു പലരും നടത്തുന്നുണ്ട്. നമ്മളൊരാളെ കിട്ടാൻ വേണ്ടി എത്ര പരിശ്രമിച്ചാലും കൊണ്ടുപോകും. നമ്മൾ എത്ര ആൾക്കാരിൽ പോയി വ്യൂവും ചെയ്യും. നമുക്കെന്താ, നമ്മളിൽപ്പെട്ട ജിൻസിൽപ്പെട്ട പുറത്തൊന്നും വേണ്ടല്ലോ. ഒരാളെ കൊണ്ടുവന്നാൽ അതിന് എന്തെല്ലാം പ്രചരണങ്ങൾ നമുക്ക് പറ്റിയതുണ്ടോ അതൊക്കെ നടത്തണം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഉണർത്താൻ കാരണം നമ്മളൊരു പുതിയ സൂറത്ത് തുടങ്ങാണ്. നമ്മളെ കുടുംബജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളാണ് മുസ്ലിങ്ങൾക്കിടയിൽ മിക്കവാറും. നിയമപരമായിട്ട് വളരെ മോശം. ചിലരൊന്നും ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥക്ക് മാറിയിട്ടുണ്ട്. കാരണം ജീവിതം അവസാനിപ്പിച്ച് രണ്ടാളും വേറെ കഴിയേണ്ട രൂപത്തിലുള്ള വാക്കും പ്രവർത്തിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അത് ഈ സൂറത്തുന്നൂർ വിവരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ബോധ്യമാവും. ഇത് 2ാമത്തെ ഒരു ഹുക്മ് ഇതിൽ പറയുന്നുണ്ട്. ഖദ്ഫ് എന്നാണ് അതിന്റെ പേര്. മലയാളത്തിൽ പറഞ്ഞാൽ വ്യഭിചാരാരോപണം, പെൺചൊല്ല് പറയൽ എന്ന് പറയും. അത് പെണ്ണിനെ പറ്റി ആയതുകൊണ്ടാണ് പെൺചൊല്ല് എന്നാണ്. ആളിനെ പറ്റി ഉണ്ടാവും. അതിന് ഫത്തുൽ മുഈനിലൊക്കെ പറഞ്ഞ വാക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ജീവിതം എന്നോ ഭാര്യയും ഭർത്താവും വേറെ ജീവിക്കേണ്ട അവസ്ഥ വരും. നാടൻ മലയാളത്തിൽ പറയുന്ന വാക്കുകൾ മതി. യാ കാബിഹത്തു എന്ന് ഒരു ഭർത്താവ് ഒരു ഭാര്യയെ വിളിച്ചാൽ മതി. അങ്ങനെ നിങ്ങൾ ആരും വിളിക്കില്ല, കാരണം അറബിയിലല്ലല്ലോ. യാ കാബിഹത്തു എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ അതിന്റെ അർത്ഥം നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ ആൾക്കാർക്ക് തിരിയാതൊക്കെ ഉണ്ടാകുന്ന രീതിയിട്ടാണ്. മലയാളത്തിൽ, പച്ച മലയാളത്തിൽ ഇതിന്റെ അർത്ഥം പൊലിയടിച്ചെന്നാണ്. അതാണ് നേർക്ക് നേരെ അതിന്റെ അർത്ഥം. അതിന്റെ കൂടെ ചിലപ്പോൾ പച്ചയും കൂട്ടും. ഞമ്മളെ മുത്തുമൂമിനീങ്ങളാണ് പള്ളിയിലൊക്കെ പോയി ജമാഅത്തിലൊക്കെ നിസ്കരിക്കുന്ന. ഓല് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രക്ഷാധികാരിയൊക്കെ ആയിരിക്കും. കാര്യം ഗൗരവാണ്. എന്നോ ഫിറാക്കാകണം. ഖദ്ഫ് പറഞ്ഞു കഴിഞ്ഞാൽ, ലഅനത്ത് ചെയ്തു കഴിഞ്ഞാൽ, ലിആൻ ചെയ്തു കഴിഞ്ഞാൽ ഫിറാക്കാകണം. തെളിവില്ലാത്ത രൂപത്തിൽ ഭർത്താവിനെ ഭാര്യയോ ഭാര്യയെ ഭർത്താവിനോ ആരോപിച്ചു കഴിഞ്ഞാൽ വിട്ടുജീവിക്കണം. അതിന് ശിക്ഷയില്ലാതെ കാലാകാലത്തേക്ക് വേർപിരിവ് വെച്ച 3ാമത്തെ ഒരു ഹുക്കുമാണ് ലിആൻ. അത് ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ 10-25 ഹുക്കുമുകൾ എണ്ണി പഠിക്കണം. ആർക്ക് ആരെ കാണാൻ പറ്റും, ആർക്ക് ആരെ തൊടാൻ പറ്റും. കുടുംബ സംഗമങ്ങളൊക്കെ സജീവല്ലേ. സൂറത്തുന്നൂർ പഠിക്കണം, അപ്പൊ തിരിയും എത്ര സംഗമം അല്ലാഹ് ഹലാലാക്കിയേ പറ്റും, എത്ര പറ്റാത്തുണ്ട്. ഇതിനാ ഞാൻ പറഞ്ഞ കുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന് ശരിക്ക് പഠിക്കേണ്ട, ശരിക്ക് കേൾക്കേണ്ട, ഹർഫം ബിഹർഫ് പഠിക്കേണ്ട സൂറത്താണ് സൂറത്തുന്നൂർ. ചെറിയ സൂറത്തല്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്നുള്ള ഭരണാധികാരികളിലേക്കൊക്കെ എഴുതിയ കത്തിൽ ഒരു കത്ത് എന്താണെന്നറിയോ നിങ്ങൾ? ഗവർണർമാർക്ക് എഴുതിയ കത്ത് അല്ലിമൂ നിസാഅക്കും സൂറത്തുന്നൂർ. ഒരു കത്തിലെ മേറ്ററാണ്. നിങ്ങളുടെ പരിസര പ്രദേശങ്ങളിലുള്ള കീഴിലുള്ള സ്ത്രീകൾക്ക് നിങ്ങൾ സൂറത്തുന്നൂർ നന്നായി പഠിപ്പിച്ചു കൊടുക്കണം. കാരണം കുടുംബിനികളിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അവരാണ്. അവരിത് കേൾക്കണം. അവര് മാത്രം കേട്ടാ പോരാ, നമ്മളും കേൾക്കണം. നമുക്കതിനിപ്പോ എല്ലാരും ഹലാലാണല്ലോ. നമുക്കിപ്പോ അകന്ന കുടുംബം അടുത്ത കുടുംബം ഒന്നുമില്ല. മുന്നിൽ ആരെ കാണണോ ഓലൊക്കെ നമുക്ക് ഹലാലാ. നല്ല കഥായിപ്പോയി.
ആരൊക്കെ നമുക്ക് ഫേസ് ടു ഫേസ് ആയിട്ട് സംസാരിക്കാൻ പറ്റും? നിയമം അല്ലാഹു തആല ഇറക്കിയ നിയമമാണ്, ഞാനും നിങ്ങളും കെട്ടിണ്ടാക്കിയതല്ല. ആരുടെയൊക്കെ മുന്നിൽ ഒരു മറയും കൂടാതെ വെളിവാകാൻ പറ്റും? നിയമമുണ്ട്. ആ നിയമത്തിന് വിട്ടുകളിച്ചാൽ അതിന്റെ പേര് ഒന്നുകിൽ ഹറാമാണ്, കുറച്ചുകൂടി മൂർച്ച കൂടിയാലോ അത് കബീറത്തിലേക്ക് വരും. സൂറത്തുൻ നൂറിൽ ആദ്യം അല്ലാഹു തആല പഠിപ്പിക്കുന്ന ഹുക്കുമെന്താ? സിനയെ പറ്റിയാണ്. ആഴ്ചയിൽ അല്ലാഹു തആലാന്റെ ഹദ്റത്തിൽ 2 തവണ അമല് വെളിവാക്കും. ഹദീസിലുണ്ടല്ലോ, 2 തവണ അമൽ വെളിവാക്കും. ഒന്ന് വ്യാഴാഴ്ചയും മറ്റൊന്ന് തിങ്കളാഴ്ചയും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 2 ദിവസവും നോമ്പ് നോൽക്കാൻ സുന്നത്താക്കിയതിന് പിന്നിൽ ഒരു കാരണം പറഞ്ഞത്, 2 ദിവസവും അമൽ വെളിവാക്കപ്പെടുന്ന ദിവസമാണ്. ഫഉഹിബ്ബു അൻ യുറല അമലി വഅന സ്വൈം. എന്റെ അമൽ അല്ലാഹുവിങ്കൽ വെളിവാക്കപ്പെടുമ്പോ ഞാൻ നോമ്പുകാരനായിട്ട് അത് വെളിവാക്കപ്പെടുന്ന എനിക്ക് തൃപ്തിയാണ്, ഇഷ്ടമാണ്. എന്നാ നോമ്പ് വിൽക്കുന്നത്. കാരണം ഈ നോമ്പ് നോറ്റ അവസ്ഥയിലല്ലേ ആ അമലിന്റെ ലിസ്റ്റ് മലക്കുകൾ കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ അത് വേറൊരു പരിഗണന ഉണ്ടല്ലോ. ആ 2 ദിവസവും അമല് വെളിവാക്കപ്പെടുമ്പോ അല്ലാഹു തആല കൂട്ടത്തിൽ ഏറ്റവും അല്ലാഹു തആല ദേഷ്യം പിടിക്കുന്ന വിഷയം ഏതാ? സിന. അമലിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കാണുമ്പോ സിന, ആ സിന ശരിക്ക് അവനവന്റെ ജീവിതത്തിലെ അല്ലാഹു തആല വെച്ച സ്വകാര്യ അവയവങ്ങൾ കൊണ്ട് മാത്രല്ല. അങ്ങനെയാണോ സിന? അല്ലല്ല. കയ്യിന് സിനയുണ്ട്, കണ്ണിന് സിനയുണ്ട്, കാലിന് സിനയുണ്ട്, എല്ലാറ്റിനും ഉണ്ട് സിന. ഈ സിനന്ന് പെരുത്തിരിക്കാൻ. ആ സിന ഇനി നമ്മൾ കുറച്ച് താഴെ പടിയിലേക്ക് ഇറങ്ങിയാൽ ഒരു പ്രശ്നമല്ല. വളർന്നു വരുന്ന തലമുറയിൽ ഇത് ടേസ്റ്റ് നോക്കാത്തവർ വളരെ കുറവാണ്. ഇന്ന് വിവാഹം ചെയ്ത് ജീവിതം ആരംഭിക്കാൻ തുടങ്ങുന്ന ആളുകളിൽ ആണ് പെണ്ണിൽ ഇതിന്റെ രുചി അറിയാത്തവർ വളരെ കുറവാണ്. ഞാനത് സങ്കടത്തോടെ പറയാൻ. അതിന് നിമിത്തമായ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഉണ്ടാക്കിയതും ഉണ്ടാക്കി തീർത്തതും ഉണ്ട്. നമ്മൾ തന്നെ കുറ്റപ്പെടുത്തണമല്ലോ, പുറത്താരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പൊ ഈ ഗൗരവമേറിയ വിഷയം നിങ്ങൾ നോക്കി, എല്ലാ ആഴ്ചയിലും 2 തവണ അമല് വെളിവാക്കപ്പെടുമ്പോ അമല് പരിശോധിച്ചിട്ട് അല്ലാഹു തആല മുഅ്മിനീങ്ങളെ അമല് നോക്കിയിട്ട് ഏറ്റവും ഒലവാകുന്നത് സിനയെ പറ്റിയാണെങ്കിൽ, ഇക്കഴിഞ്ഞ ഒരാഴ്ച അല്ലാഹ് സംസാരിക്കരുത് നോക്കരുത് എന്ന് പറഞ്ഞ പെണ്ണിനോട് എത്ര ആള് സംസാരിച്ചു, എത്ര ആള് നോക്കി, എത്ര ആള് കിന്നാരം പറഞ്ഞു? ആ പട്ടിക എടുക്കുമ്പോ എത്ര ഉണ്ടാകും? എത്ര ആള് നേർക്ക് നേരെ ശാരീരിക ബന്ധം പുലർത്തി, എത്ര ആളുകൾ സ്പർശിച്ചു, എത്ര ആളുകൾ ചുംബിച്ചു? അവനവന്റെ ഭാര്യയല്ലേ ഇത്? അവനവൻ അല്ലാഹു തആല ഹലാലാക്കി ഇണയുമല്ല ഇത്? അല്ലാത്തതത്രേ. ഇത് സമൂഹത്തിൽ പെരുകുകയാണ്, വർഷാവർഷം കൂടുകയാണ്. അതുകൊണ്ടാണ് അതൊരു പ്രശ്നമല്ലാത്ത രൂപത്തിൽ, അതൊരു വിഷയമല്ലാത്ത രൂപത്തിൽ സിനയുടെ നിർവചനം ഇൻഷാ അല്ലാഹ് ഇന്നല്ലെങ്കിൽ അടുത്ത ആഴ്ച പറയും. സിന എന്ന് പറഞ്ഞാൽ ചിലര് പുരുഷനും സ്ത്രീയുമായിട്ട് മാത്രം ബന്ധപ്പെട്ട വിഷയാന്ന് കരുതിയിട്ടുണ്ട്. അല്ല, അതിന്റെ നിർവചനം പറഞ്ഞിടത്ത് 3-4 എണ്ണാനുണ്ട്. അത് എണ്ണി പറയുമ്പോ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന സ്വവർഗരതി മുഖ്യമായൊരു വിഷയമാണ്. അത് പെർമിഷൻ കൊടുത്തു. നമ്മളെ രാജ്യത്ത് പോലും അതിന് പെർമിഷനായി, ഒരു പ്രശ്നമില്ലാത്ത രൂപത്തിൽ, കേസല്ലാത്ത രൂപത്തിലായി. പക്ഷേ അവിടെ ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട്, ആ തത്വം, ആ നിയമം തിരുത്താൻ ആർക്കും കഴിയില്ല. എന്തേ കാരണം? ഇസ്ലാം അതിന് വെക്കുന്ന കാരണങ്ങൾ ബുദ്ധിപരമായും ഒരു മനുഷ്യന്റെ സംസ്കാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായും സമ്മതിക്കാനേ കഴിയൂ, നിരാകരിക്കാൻ കഴിയൂല. ബുദ്ധി നോക്കിയിട്ടും ഒരു മനുഷ്യന്റെ സംശുദ്ധിയും സംസ്കാരവും നോക്കിയിട്ട് അല്ലാഹു തആല പറയുന്ന കാരണങ്ങൾ, ഹദീസിൽ പഠിപ്പിക്കുന്ന കാരണങ്ങൾ അംഗീകരിക്കാനേ ബുദ്ധിയുള്ളവർക്ക് കഴിയൂ, തിരുത്താൻ കഴിയൂല. ഇവിടെ ഇപ്പൊ 3ാമത്തെ ഒരു വിഭാഗം ഉണ്ടോ ഇല്ല എന്നുള്ള വാദം ശക്തമായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. 3ാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ആണും അല്ല പെണ്ണും അല്ല. അങ്ങനെ വിഭാഗം തിരിക്കണം. അതെന്തിനാ ചർച്ച എന്നറിയോ നിങ്ങള്? ആ ഒരു വിഭാഗത്തെ ഉപയോഗപ്പെടുത്തുന്ന നല്ലൊരു ശതമാനം ആളുകൾക്ക് അങ്ങനെ വിഭാഗം വന്നെങ്കിലേ അവരെ ആശ നടക്കൂ. അതിനാണത്. എന്നിട്ട് ഖുർആനെതിരെ കൊഞ്ഞ കയറുന്നുണ്ട്. അല്ലാഹു തആല ഖുർആൻ 2 വിഭാഗമാണ് പറഞ്ഞത്. ഒമാ ഖലഖൽ ദക്കറ വൽ ഉൻസ. ദക്കർ ഉൻസ അതല്ലാതെ ഇല്ലല്ലോ. ഖുർആനിലെ വിശദീകരണം അതല്ലേ. ആണ് പെണ്ണ് 3ാമത്തെ വിഭാഗത്തിനുണ്ടോ? ഇസ്ലാമിന്റെ ഹുക്കുമുകളിൽ ചില വിഷയങ്ങളിൽ മാത്രം ഈ
ഈ ഹുംസകൾ, നപുംസകർ ആണിന്റെ തത്വത്തിലും മിക്ക വിഷയങ്ങളിലും പെണ്ണിന്റെ തത്വത്തിലാണ്. കാണുന്നിടത്തും തൊടുന്നിടത്തൊക്കെ അങ്ങനെയാണ്, സ്പർശിക്കുന്നിടത്തൊക്കെ. അവരെ ഉപയോഗിക്കുന്നതും അവരെ കൊണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കുന്നതും പെരുകി വന്നു, പെരുത്തു വന്നു. നട്ടപ്പാതിര നേരങ്ങളിൽ കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ നിൽക്കാൻ സൗകര്യമില്ലാത്ത ഇടങ്ങളിലൊക്കെ ഇന്ന് നിറഞ്ഞു കാണുന്നത് ആരെയാണ്? പേടിയാണ്. എല്ലാ ജില്ലകളിലും നിറഞ്ഞാണ്. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ദ്വീപിലേക്ക് പോകുമ്പോ 3 മണി സമയത്ത് ഞാൻ പുറത്തുകൂടെ ഇങ്ങനെ പോട്ടെ ടൗണിലൂടെ. അപ്പൊ ഞാൻ വിചാരിച്ചു പഠിച്ചോനെ എവിടെന്തോ രാത്രി എന്തെങ്കിലും കല്യാണം എന്തോ ഉണ്ടായിട്ടായിരിക്കും ഇവരിങ്ങനെ വരുന്നത്. എന്നെ കോലം കണ്ട ഒരു പെണ്ണിന്റെ കോലാണ്. അപ്പൊ നോക്കുമ്പോ മൊത്തം ഇതാണ്. ആ വിഭാഗത്തെ ആൾക്കാരെ അവരിങ്ങനെ ഒരുങ്ങി പുറപ്പെടുമ്പോഴേക്ക് വാഹനങ്ങൾ വരികയാണ്, അവരെ സ്വീകരിക്കുകയാണ്, അവരെ കൊണ്ടുപോവാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു 3-ാം വിഭാഗം ഉണ്ട് എന്നതിന് മുറവിളി കൂട്ടുന്നതിന്റെ പിന്നിലെ ലക്ഷ്യം ഇതാണ്. നേരം വൈകി വീടണയുന്ന പുരുഷന്മാർ, തീരെ വീട്ടിലേക്ക് ഭാര്യന്റെ അടുത്തേക്ക് പോയി കടക്കാത്ത പുരുഷന്മാർ ഒരുപാടുണ്ട്. ഭർത്താവുമായി തീരെ ബന്ധം പുലർത്താത്ത സ്ത്രീകൾ, അതൊക്കെ നമ്മുടെ സൂറത്തുന്നൂറിൽ എണ്ണി എണ്ണി പഠിപ്പിക്കേണ്ട വിഷയങ്ങളാണ്. 1-2 അല്ല. അല്ലാഹു തആല ഈ സൂറത്ത് നന്നായി പഠിക്കാനും ജീവിതത്തിൽ പുലർത്താനും അല്ലാഹു തൗഫീഖ് തരട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിങ്ങൾ സ്ത്രീകൾക്ക് പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ 2 വിഷയം പറഞ്ഞു. വഅല്ലിമുഹുന്ന സൂറത്തന്നൂരി വൽ ഗസ്ൽ. വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന വേലയാണ് തുന്നൽ പണി എന്നത്. അത് പഠിക്കാൻ പറ്റുന്ന ഹലാലായ രൂപത്തിലുള്ള മാർഗമുണ്ടെങ്കിൽ അത് സ്ത്രീകൾക്ക് പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തിരിയല്ലോ. അങ്ങനെ പറഞ്ഞാൽ ഹലാലായ മാർഗം എന്നുകൊണ്ട് ഉദ്ദേശിച്ച ഒരു പുരുഷൻ കിന്നാരം പറഞ്ഞ് കൊട്ടിക്കളിപ്പിച്ച് പഠിപ്പിക്കുന്നതല്ല ഞാൻ പറഞ്ഞു. ഇപ്പൊന്ന് പുരുഷൻ പഠിക്കുന്ന സർവ്വതും സ്ത്രീ പഠിക്കണം എന്നുള്ള സർവാത്മനായുള്ള ആ ഒരു കാര്യത്തിലേക്കല്ലേ ആളുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദുരന്തങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ഓരോരുത്തരും അതിന്റെ കയ്പുകൾ അനുഭവിക്കുമ്പോഴേ തിരിയുള്ളത് കൊണ്ട് എന്താ ഉണ്ടായത്? അതുകൊണ്ട് എന്താ നമുക്ക് കിട്ടിയത്? പുരുഷൻ പോകുന്ന അതേ മേഖലയിൽ തന്നെ സ്ത്രീ പോകണം എന്ന് അറിയാതെ പലരും പറയുന്നതിന് നമ്മളും വശംവദരായി മുന്നോട്ട് നീങ്ങുന്നുണ്ടെങ്കിൽ 1-2 പലതും നമ്മളത് ഇപ്പോൾ കാണുന്നത് ഒരു പക്ഷേ ലാഘവത്തോടെയാണെങ്കിൽ കുറച്ചു കഴിയുമ്പോൾ അതിന്റെ ഗൗരവം നമുക്ക് കൺമുന്നിൽ തന്നെ ബോധ്യപ്പെടും. ആ ഒരവസ്ഥയിലാണ് നമ്മൾ അവരെ ഇറക്കിക്കൊണ്ടിരിക്കുന്നതും കാര്യങ്ങൾക്കൊന്നും പ്രശ്നമില്ലാത്ത രൂപത്തിലായിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിഷയമല്ലാത്ത രൂപത്തിൽ 1, 2, 10 എന്നല്ല എല്ലാ വിഷയങ്ങളും. അത് വളരെയധികം ശ്രദ്ധിക്കണം. വഅല്ലിമുഹുന്ന സൂറത്തന്നൂർ. അവർക്ക് നിങ്ങൾ സൂറത്തുന്നൂർ പഠിപ്പിക്കുക. വൽ ഗസ്ൽ, തുന്നലും പഠിപ്പിക്കുക, നെയ്തുണ്ടാക്കുന്നതും പഠിപ്പിക്കുക. അവരുടെ വീട്ടിൽ ഇരുന്ന് സഹോദരിമാര് പഴയ കാലത്ത് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയുള്ള വരുമാനങ്ങളൊക്കെ അവര് തന്നെ ഉണ്ടാക്കി. കൊട്ടയും അതുപോലെ തന്നെ മുറവും, നമ്മുടെ നാട്ടിലെ വസ്തുക്കൾ ഇട്ട് വെക്കുന്ന പിന്നെ പഴയ കാലത്തൊക്കെ സജീവമായി ഉണ്ടായിരുന്ന ഉറിയും, ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ സഹോദരിമാര് അച്ചിപ്പായ വരെ തുന്നി പുരുഷന്മാരെ കൊണ്ടുപോയി വിൽപ്പന നടത്തുമായിരുന്നു. അങ്ങനെ നല്ല ഒരു ഹലാലായ രൂപത്തിലുള്ള കാശ് അവർ സ്വരൂപിക്കുകയും ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഇന്നും അത് പറ്റുമല്ലോ. ഇന്നെന്താ അത് പറ്റായി? ഇന്നത് നിർമ്മിക്കുന്ന ആളുകൾ നിർമ്മിച്ചാൽ അവർക്ക് വേണ്ട രൂപത്തിൽ ലാഭം കിട്ടും. അപ്പൊ പറയും ഉസ്താദിന് കുറെ പണിയില്ലേ? പണി എല്ലാത്തിനും ഉണ്ടാകും. അധ്വാനല്ലാത്തൊരു വിഷയം ഉണ്ടാകൂല. അപ്പോഴേ ജയിക്കാൻ പറ്റുള്ളൂ. നന്നായി ഓരോ വിഷയത്തിലും നമ്മൾ വർക്ക് ചെയ്യണം. അല്ലാതെ അങ്ങോട്ട് അലസന്മാരായി അലംഭാവികളായി ഇരുന്നു കൊണ്ട് മാത്രം ജയിക്കാൻ പറ്റൂല, കഴിയൂല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബർക്കത്ത് ഉണ്ടാകണമെങ്കിൽ ആണാകട്ടെ പെണ്ണാകട്ടെ സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റിട്ടുള്ള ഇസ്തിഗ്ഫാറും ദുആവും നടത്തിയാൽ അത്ര വലിയ ബർക്കത്ത് വേറൊന്നും കിട്ടൂല. അതിന് എത്ര പണിയുണ്ട് ഉസ്താദെ? പണിയുണ്ടേ, അധ്വാനിക്കണേ. ദുആർനാ മാത്രം പോരാ. ഹദ്ദാദിൽ ദുആർക്കും യാ ഹയ്യു യാ ഖയ്യൂം അഹീൽ ഖുലൂബ തഹയ്യ, തുഹിയ എന്നല്ല തഹയ്യ, അഹീൽ ഖുലൂബ തഹയ്യ. അല്ലാഹുവേ ഖൽബ് നീ ഹയാത്താക്കിക്കൊണ്ട്
നീ ഹയാത്താക്കിയാൽ തഹ്യ, ഖൽബ് ഹയാത്ത്. തുഹിയ എന്നല്ല കേട്ടോ, അഹിയൽ ഖുലൂബ തഹിയ. അതിങ്ങനെ ചെല്ലുന്നേ, അഹിയൽ ഖുലൂബ തഹിയ. അത് നമ്മൾ ചൊല്ലിയിട്ട് നമ്മളെ അമല് നന്നാകാനാ പിന്നെ ചൊല്ലുന്നു. വാസുലിഹിൽ അഅമാല ഫിദ്ദീനി വദ്ദുനിയ നമ്മൾ ചൊല്ലാം. ഈ ദുആന്റെ തുടക്കത്തിൽ ഖൽബ് ഹയാത്താക്കി തരണം എന്ന് പറയല്ലേ. ഖൽബിന് ഏറ്റവും കൂടുതൽ ഹയാത്ത് കിട്ടേണ്ട നേരം ഖബല സുബ്ഹ്, സുബ്ഹിന്റെ മുമ്പാണ്. ഞാനിപ്പോ അടുത്ത് വീട് ഞാൻ പറയുന്നില്ല, കഴിഞ്ഞ ആഴ്ച ഒരു വീട്ടിൽ പോയപ്പോ ഞാനപ്പോ ഇമാമിങ്ങളെ പാരമ്പര്യം ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഒരു നേരം ഇങ്ങനെ മനസ്സിൽ വന്നാത്തൊരു ഒരു ആവേശം. സുബ്ഹിന്റെ മുമ്പ് ഒരു വീട്ടില് ഒരു ഉസ്താദിനെ കാണാൻ വേണ്ടി എത്തിയപ്പോ ആ വീട്ടിലെ മെമ്പേഴ്സ് ഒക്കെ എണീറ്റിട്ടുണ്ട്. മുപ്പര് യാത്രയാക്കാൻ വേണ്ടി എണീറ്റില്ല, നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും. അതല്ല, അതവിടുത്തെ പതിവാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുപ്പക്കാരൻ വരെ എഴുന്നേറ്റിട്ടുണ്ട് സുബ്ഹിന്റെ മുമ്പ്. പരീക്ഷക്ക് പഠിക്കാനല്ല, അത് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും. താൽക്കാലിക ആവേശത്തിനും പേരും പെരുമയും കിട്ടാനാണ്, വേറൊന്നുമല്ല. ഇതതിനല്ല, തഹജ്ജുദ് നിസ്കരിക്കാൻ. സുബ്ഹിന്റെ മുമ്പ് 4 മണിന്റെ മുമ്പ് ഞങ്ങൾ അവിടുന്ന് വീട് വിട്ടിറങ്ങുമ്പോ അതാ വീട്ടിലെ പതിവാണ്. അപ്പൊ ഇങ്ങനെ ഓർമ്മ വന്നു ഇമാമിങ്ങളെ വീട്. നമ്മളെ വീടൊക്കെ സ്വർഗത്തിൽ നിന്ന് ഇനി ഇത്ര സുഖം കിട്ടുമെന്ന് സംശയിക്കേണ്ടി വരും. ഇതിവിടെ ഉല്ലസിക്കാനല്ല അള്ളാഹു തന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സുഖിക്കാനും മതിക്കാനും അല്ല അള്ളാഹു ഈ സൗകര്യം തന്നത്, ഇബാദത്തിനാണ്. അത് നല്ല ഓർമ്മ വേണം സഹോദരിമാർക്കും. ഇഷ്ടം പോലെയുള്ള സൗകര്യ വസ്തുക്കൾ വാങ്ങിയിട്ട് ആറാടാനല്ല അവനവന് താമസ സ്ഥലം തന്നത്. അതിൽ ഒതുങ്ങി നിന്നിട്ട് വെയിലും തണുപ്പും ചൂടും വെള്ളവും ഏൽക്കാതെ ഇബാദത്ത് ചെയ്യാനാണ്. അതിന്റെ ഒരു താൽക്കാലിക വിശ്രമത്തിനാണ്. നിങ്ങൾ കരുതുന്നുണ്ടോ എല്ലാ ദിവസവും ഉറങ്ങിയിട്ട് സുഖിച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കണം? അതിനല്ല, ആരോഗ്യത്തിന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടിയാ നമ്മളെ ഉറക്കം. അതിന് പാകപ്പെടുത്തണം ജീവിതത്തെ. ഇത് നമ്മൾ സുബഹിക്ക് എണീറ്റാലും നമ്മൾ ഉറക്കം മാറൂല. എന്നാ ലുഹാന്റെ ടൈമിൽ എണീച്ചാലും ഉറക്കം മാറൂല. പിന്നെ ഏത് ടൈമിലും എണീച്ചാലും ഉറക്കം മാറുക. പിന്നെ എപ്പോഴാ നമ്മൾ അബോധാവസ്ഥ മാറുക? നമ്മളെ ഗഫലത്ത് എന്നാ മാറിക്കിട്ട? പ്രായത്രായി, എത്ര ടൈമായി, തീരാനായില്ലേ? ഇനിയൊന്ന് സജീവാകണ്ടേ? എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് പള്ളിയായി. സുബഹി ജമാഅത്തിന് വരുന്ന പുരുഷന്മാരെ എണ്ണം നോക്ക് നിങ്ങൾ. സുബീന്റെ ജമാഅത്തിനെങ്ങാനും ഏതെങ്കിലും പിന്നെ ഒരു ഫുഡ് ഉണ്ട് സൗജന്യമായിട്ട് കിട്ടുന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും നിങ്ങൾ? അടച്ചോനെ, മുത്തുമുമിനീകളൊക്കെ ഇങ്ങനെ കാണാം. നിങ്ങൾ ഞാൻ ക്ഷണിക്കുമ്പോ എങ്ങനെയാ വരാതൊക്കെ? എങ്ങനെയാ ക്ഷണിക്കുമ്പോ വരാതൊക്കെ? പള്ള നീപ്പിച്ചാണ് നീച്ചോടുന്നു പള്ള. അവനാൻ പള്ള പറഞ്ഞു നീക്ക്. അപ്പോഴല്ലേ പള്ളക്ക് ഭക്ഷണം കൊടുക്കാണ്ടായപ്പോഴല്ലേ റമദാനിൽ വന്ന അല്ലേ വന്നീന്നോ? പള്ളക്ക് ഭക്ഷണം കൊടുക്കാണ്ടായിട്ട് അത്താഴത്തിന് എണീറ്റുകൊണ്ട് വന്നതല്ലേ പള്ളിയിൽ? ആ റമദാൻ കഴിഞ്ഞ് നേരെ പിറ്റേന്ന് പെരുന്നാളിന്റെ അന്നുണ്ടോ ആ തിരക്ക്? അന്നല്ലേ കഴിഞ്ഞ ദിവസത്തെക്കാൾ ശ്രേഷ്ഠമായ സുബഹി അന്ന് കിട്ടൂലേ? അന്നെന്തേ കാണാൻ? ഇത് ഈ ഒരു അബോധാവസ്ഥയെ നമ്മൾ ഉണരണം. നമ്മൾ സുഖത്തിലാണ്, നമ്മൾ നരകത്തിലോ യാതനയിലോ ആണെന്ന് പറയരുത്, കഷ്ടപ്പാടിലാണെന്ന് ചിന്തിക്കന്നെ ചെയ്യരുത്. നമ്മൾ സുഖലോലുപതയിലാണ്. ഒരു നാട് നശിപ്പിക്കാൻ അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ എന്താ ചെയ്യാന്നറിയ നിങ്ങൾ? സൂറത്തുൽ ഇസ്രായിലെ ആയത്ത് ഓർമ്മിച്ചു വെച്ചോളി. വഇദാ അറദ്നാ അൻ നുഹ്ലിക ഖർയതൻ അമർനാ മുത്രഫീഹാ. ഒരു ഗ്രാമത്തെ നശിപ്പിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചാൽ ആ നാട്ടിലെ സുഖിയന്മാരോട് സുഖിച്ച് തിമർത്ത് കളിച്ച് മതിക്കാൻ വേണ്ടി നമ്മൾ ഉത്തരവിടും. അവർക്കതിന് വേണ്ടതൊക്കെ കൊടുക്കും. അവരെ അടിഞ്ഞാടും. ആ നാട്ടില് സ്കാരൊക്കെ ഒഴിവാക്കി, എല്ലാം ഒഴിവാക്കി അടിഞ്ഞാടും, നിയമങ്ങളൊക്കെ കഴിച്ച്. അല്ലാഹു തആല പറഞ്ഞു ഫദമ്മർനാഹാ തദ്മീറാ. അവരങ്ങനെ അഴിഞ്ഞാടുമ്പോ നമ്മൾ പാടെ നശിപ്പിക്കും, ഒറ്റ ദിന ബാക്കിയാക്കൂല. ആ കൂട്ടത്തിൽ നിരപരാധികളും പോകും. അങ്ങനെ ഉണ്ടാകുക. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകളൊക്കെ. അതാണ് ഈ ആയത്ത് ഇങ്ങനെ ഓതിയിട്ട് നമ്മൾ അതിന്റെ തഫ്സീർ ഇങ്ങനെ വായിച്ച് ചിന്തിച്ചു നോക്കുമ്പോ അങ്ങനെയാണല്ലോ കാണുന്നത്. ഭൂമിയിൽ സ്വർഗം ഉണ്ടാക്കിയ ആളല്ലേ ഷദ്ദാദ്? ഭൂമിയിൽ സ്വർഗം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആകെ ഒരാളേ ഉള്ളൂ. അതാരാ? ഷദ്ദാദാണ്. ആദിന്റെ മകൻ. ആദിന് 2 മക്കളാണ്. ആദ് എന്ന വല്ലിപ്പാക്ക് ഉപ്പാക്ക് 2 മക്കളാണ്. ആദ് ഒരു ഉപ്പാന്റെ പേര് ഗോത്രത്തിനിട്ടാണ്. ആ ഉപ്പാന്റെ 2 മക്കളാണ് ഷദ്ദാദ്, ഷദീദ്.
അതിൽ ശദ്ദാദാണ് ഭൂമിയിൽ സ്വർഗം ഉണ്ടാക്കിയത്. ഭൂമിയിൽ സ്വർഗത്തിലെ ഒഴുകുന്ന രൂപത്തിൽ പാലിന്റെ പുഴ ഒഴുക്കി, തേനിന്റെ പുഴ 300 കൊല്ലം എടുത്തിട്ടാണ് സ്വർഗം നിർമ്മിച്ചത്. വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് സ്വർണക്കട്ടയും വെള്ളിക്കട്ടയും സംഭരിക്കാനും ശേഖരിക്കാനും വേണ്ടത് മുഴുവനും ചെലവഴിച്ചു. 300 കൊല്ലം എടുത്തിട്ട് ഭൂമിയിൽ സ്വർഗം പണിത്. എന്താണ് ആ സ്വർഗത്തിന്റെ ലെവല്? പക്ഷെ ആ സ്വർഗത്തിലേക്കൊന്ന് കാലെടുത്ത് വെക്കാൻ, ആ സ്വർഗത്തിലേക്ക് ഹുങ്കോടുകൂടെ കാലെടുത്ത് വെച്ച് അള്ളാഹുവിനെ തിരുത്താൻ വേണ്ടി പോകുന്ന ശദ്ദാദിന് 1 മിനിറ്റ് അതിൽ താമസിക്കാൻ അള്ളാഹു തആല യോഗം കൊടുത്തിട്ടില്ല. അങ്ങനെയുണ്ടോ ഒരു കിബിർ? അവരൊക്കെ അവിടെ സുഖിച്ചതാ, അവരൊക്കെ കഴിവിന്റെ പരമാവധി സുഖം കൊണ്ടതാണ്. അപ്പോഴല്ലേ അവരെ പിടിച്ചത്. നിങ്ങൾ നോക്കും, മക്കാര് മക്കത്തന്നെ നിൽക്കാണ്, അവര് മദീനക്കാരെ ആക്രമിക്കുന്ന ഒരു സ്വഭാവമോ മറ്റോ ഇല്ലെങ്കിൽ അവർക്ക് ആ നാശം വരും. കച്ചവട സംഘം വന്നിട്ട് അബൂജഹലിനോട് നിങ്ങൾ പോകണ്ട, ഞങ്ങൾ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴും എന്താ അബൂജഹൽ പറഞ്ഞത്? അനങ്ങരുതൊരു കുട്ടിയും, നമ്മൾ ആരാന്ന് ഒന്ന് തെളിയിക്കണം. അതാ, ഇതാണ് അല്ലാഹു തആല ജീവിക്കാനൊക്കെ സൗകര്യം കൊടുത്തിട്ട് പരിധി അങ്ങോട്ട് വിട്ടപ്പോ അത് മുശ്രിക്കുകൾക്ക് മാത്രല്ല, നമുക്കും അങ്ങനെ തന്നെ. ഫാസിഖ്യങ്ങൾ അങ്ങോട്ട് വർദ്ധിച്ച് നിയമങ്ങളൊക്കെ കൈവഴിച്ച് സുഖിയന്മാരും സുഗരന്മാരും വർദ്ധിച്ചാൽ ശിക്ഷ അങ്ങോട്ട് വരും. അപ്പൊ ആ ശിക്ഷയിൽ സാധുക്കളും പെട്ടു. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഏറ്റവും തുടക്കം എങ്ങനെയാ വരിക? നിങ്ങൾ നിയമങ്ങൾ മുഴുവനും കൈവഴിക്കുക. ഇസ്ലാം ഹറാമാക്കിയ ആ ഹറാമിനോട് പുച്ഛ മനോഭാവം തോന്നിയിട്ട് അതാർക്കും ഒരു പ്രശ്നമില്ലാതായി മാറും. അതാണ് ഇതിന്റെ തുടക്കം. പിന്നെ അതങ്ങോട്ട് വ്യാപിക്കും. പിന്നെ അവനാണ് തോന്നും പോലെ കാര്യങ്ങൾ ചെയ്യും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സൂറത്തുൻ അൻസൽനാഹാ വഫറദ്നാഹാ വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാതിൻ ലഅല്ലകും തദക്കറൂൻ. സൂറത്തുൻ അൻസൽനാഹാ, ഇത് ഒരു സൂറത്താണ്. സൂറത്ത് എന്നതുകൊണ്ട് തുടങ്ങുന്ന ഒരു സൂറത്ത് ഖുർആനിലെ സൂറത്തുൻ നൂറാണ്. മുമ്പ് ഇപ്പൊ ഈ സൂറത്തിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു സൂറത്ത് വരാണ്ട് ഇല്ല. പക്ഷെ ഈ സൂറത്തിന്റെ വിഷയങ്ങൾ കേൾക്കുമ്പോ ഈ സൂറത്ത് എല്ലാവർക്കും അറിയപ്പെട്ട രീതിയിലായതുകൊണ്ട് തുടക്കം തന്നെ സൂറത്തുൻ അൻസൽനാഹാ, ഇത് നമ്മൾ ഇറക്കി തരുന്ന ഒരു പ്രത്യേക സൂറത്താണ്. ഇതൊരു സാധാ സൂറത്തല്ല. ഇത് നിങ്ങൾ നന്നായി പരിഗണിക്കണം. അതിനാണ് ഇങ്ങനെ പറയുന്നത് അൻസൽനാഹാ വഫറദ്നാഹാ. ഇതിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ നിർബന്ധമാക്കി പഠിപ്പിക്കുന്നുണ്ട്. വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാത്. എത്ര അൻസൽനായി? 2 അൻസൽനായി. വഅൻസൽനാ ഫീഹാ, ഈ സൂറത്തുകളിൽ നമ്മൾ അവതരിപ്പിക്കുന്നു, ഇറക്കിത്തരുന്നു ആയാതിൻ ബയ്യിനാത്, വ്യക്തമായ തെളിവുകളെ, അടയാളങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ. ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ ഉത്ബുദ്ധരാകാൻ വേണ്ടി, ചിന്തിക്കുന്നവരാകാൻ, നന്നാകാൻ വേണ്ടി. അല്ലാഹു പറയുന്നു സൂറത്തുൻ അൻസൽനാഹാ. 2 വട്ടം അൻസൽന ആവർത്തിച്ചു പറഞ്ഞത് ഈ സൂറത്തിൽ പറയുന്ന വിഷയങ്ങളൊക്കെ നന്നായി പരിഗണിച്ച് പഠിക്കണം എന്നറിയിക്കാനാണ്. ഞാൻ എന്റെ വക പറയല്ല. റാസി മാമദങ്ങൾ പറഞ്ഞു തക്രീറു അൻസൽന എന്നതിനെ ആവർത്തിച്ചത്. അതുപോലെ തന്നെ അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ പറഞ്ഞു അൻസൽന ആവർത്തിച്ചത്. ആദ്യം ഒരു അൻസൽന പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മതിയല്ലോ. അതല്ല, ഇബ്റാസി കമാലിൽ ഇനായത്തി ബിശഅനിഹാ, ഈ സൂറത്തിന്റെ കാര്യങ്ങൾ മൊത്തത്തിൽ എല്ലാവരും പരിഗണിക്കണം, ശ്രദ്ധിക്കണം. ഇതിനാണ് അല്ലാഹു തആല ആദ്യം തന്നെ 2 വട്ടം ഇങ്ങനെ പറഞ്ഞത്. ഇറക്കി തന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു സാധാ ഇറക്കലല്ല, സാധാ അവതരിപ്പിക്കലല്ല. ഇതിൽ മാറ്റമുണ്ട്. മുമ്പ് നിങ്ങളൊരു സൂറത്തിനെ കാണും പോലെ കണ്ടാൽ പോരാ. ജീവിതത്തിൽ അനിവാര്യമായ വിഷയങ്ങൾ ആയാതിൻ ബയ്യിനാത്, വ്യക്തമായ ഒരുപാട് തെളിവുകളെ, അഹ്കാമിനെ, ഹുക്കുമുകളെ നമ്മൾ ഇതിൽ ഇറക്കിയിട്ടുണ്ട്. ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ ഉത്ബുദ്ധരാകാൻ വേണ്ടി, ചിന്തിക്കാൻ വേണ്ടി. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ സൂറത്തിലെ ഓരോ വിഷയങ്ങളും അല്ലാഹു തആല ഇറക്കി കൊടുക്കുമ്പോ അത് ആ ഇറക്കി കൊടുത്തത് പ്രത്യേകം പരിഗണിക്കണം. ഇറക്കി കൊടുത്തത് നല്ലോണം ഗൗനിക്കണം, തള്ളിക്കളയരുത്. അതിനാണ് അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞത്.
ഒരു സൂറത്ത് എന്ന് പറഞ്ഞാൽ ആ സൂറത്തിന്റെ ഒരു മഹത്വം നോക്ക് നിങ്ങൾ. ഖുർആനിലെ ഒരു സൂറത്ത് മതി, ഒറ്റ സൂറത്ത് മതി ഏത് സംശയിപ്പിക്കുന്ന ആളെയും പിടിച്ചിരുത്താൻ ഒരു സൂറത്ത് മതി. അതുകൊണ്ടാണ് ഈ സൂറത്തിനെ പറ്റി മഹത്വം പറഞ്ഞിടത്ത് സുഹൈർ എന്ന കവി പറഞ്ഞത്, അലം തറ അന്നല്ലാഹ അഅതാക സൂറതൻ തറാ കുല്ല മലികിൻ ദൂനഹാ യതദബ്ദബു. അല്ലാഹു നിങ്ങൾക്കൊരു സൂറത്ത് തന്നില്ലേ നബിയെ? ആ സൂറത്തിന്റെ പിന്നിൽ നിന്ന്, ആ സൂറത്ത് ഓതിക്കൊണ്ടിന്റെ പിറകിൽ നിന്ന് ഏത് രാജാവും വറവറക്കുന്ന, ചിന്തിച്ചിട്ട് പിടുത്തം കിട്ടാതെ കാണുന്ന ഒരു സന്ദർഭം തങ്ങൾക്ക് കാണാൻ പറ്റും. രാജാക്കന്മാർ അങ്ങനെ സൂറത്തും കാര്യങ്ങളൊക്കെ കേൾക്കുകയാണെങ്കിൽ അവർ ചിന്തിച്ചു പോകും, ഇത്രയും ഭയാനകമായ സംഗതികളൊക്കെ അല്ലാഹു തആല ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ഘട്ടം ഘട്ടമായിട്ട് ഖുർആന്റെ അവതരണങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ അവതരിപ്പിച്ചു തന്നു. ഒക്കെ ഒരുമിച്ചല്ല. സൂറത്തുൻ അൻസൽനാഹാ വഫറദ്നാഹാ, സൂറത്തിനെ നമ്മൾ ഇറക്കി തന്നു, അത് ഒരുമിച്ച് ഇറക്കിയതല്ല. നിയമങ്ങൾ ഓരോന്നോരോന്ന് പഠിപ്പിച്ച് അങ്ങനെ ഘട്ടം ഘട്ടമാക്കി ഓരോന്നോരോന്ന് ഇറക്കി തന്നു. അപ്പൊ അതിൽ നിർബന്ധമാക്കി വിശദമാക്കി പഠിപ്പിക്കപ്പെട്ട നിയമങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളുകയും ചിന്തിക്കുകയും വേണം. ആദ്യം തന്നെ ഇതിൽ പഠിപ്പിക്കുന്നത് സിനയുടെ വിഷയമാണ്. അസാനിയത്തു എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് സിന നിഷിദ്ധമാണ്, ഹറാമാണ്. കബീറത്തുകളിൽ വൻകുറ്റങ്ങളിൽപ്പെട്ട കാര്യമാണല്ലോ സിന. ചെയ്താൽ തൗബയില്ലാതെ അല്ലാഹു തആല അത് പുറത്തു തരൂല. വൻകുറ്റങ്ങളിൽ പെട്ടതാണ് എന്ന് പറയാനുള്ള കാരണം വലിയ വലിയ തെറ്റുകളോട് ചേർത്തിയിട്ടാണ് അല്ലാഹു തആല സിനയെ എണ്ണിയത്. എല്ലാ തെറ്റുകളെയും അങ്ങനെ എണ്ണിയിട്ടില്ല. ഏറ്റവും വലിയ തെറ്റാണ് ശിർക്ക്, മറ്റൊരു തെറ്റാണ് ഖത്ലുൻ നഫ്സ്, കൊലപാതകം. ഇതിനോട് ചേർത്തി അല്ലാഹു തആല എണ്ണി പറഞ്ഞൊരു വിഷയമാണ് സിന. അതുകൊണ്ട് ആ വലിയ വിഷയങ്ങളോട് എണ്ണിയത് കൊണ്ട് സിനക്കും അതേ ടൈറ്റിലാണ്. അത് കബീറത്താണ്, മഹാപാപമാണ്, മഹാകുറ്റമാണ്. മാത്രല്ല മറ്റു പല ശിക്ഷകളെക്കാളും കൂടുതലുള്ള ശിക്ഷയും സിനക്കാണല്ലോ. രണ്ടാമത്തെ ഒരു കാരണം അങ്ങനെ, സിനക്ക് അല്ലാഹു തആല നിർബന്ധമാക്കിയത് 100 അടി. ചെറിയ ശിക്ഷ പറയാം, മറ്റേ ശിക്ഷയും പറയാം. 100 അടി. ഈ അതിന്റെ ഷർത്തുകളും കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് അതേ സമയത്ത് ഖദ്ഫ് പറഞ്ഞാലും ഖംറ് കുടിച്ചാലും ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ അതിനേക്കാളും ശിക്ഷ കുറവാണല്ലോ. അപ്പൊ കടുപ്പമുള്ള ശിക്ഷ നൽകി എന്നുള്ളത് കൊണ്ടും ഇത് കബീറത്താണ്, വൻകുറ്റമാണ്. ഇത് ചെറിയ വിഷയമല്ല, വലിയ വിഷയമാണ്. ആ സിനക്ക് വേണ്ടി ശിക്ഷിക്കുന്ന ശിക്ഷ പോലും നിങ്ങൾ നോക്ക്, സ്വകാര്യമായിട്ടല്ല, പബ്ലിസിറ്റി ചെയ്യണം എന്നാണ്, പരസ്യപ്പെടുത്തണം എന്നാണ്. എന്തിന്? ഈ വൃത്തികേടിൽ നിന്ന് ജനങ്ങളെ മാറ്റാൻ വേണ്ടി. ന്യായാധിപൻ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ആള് അയാളെ റൂമിൽ വെച്ച് അങ്ങോട്ട് ശിക്ഷിച്ച് പുറത്തുവിടേണ്ടതല്ല. അത് എറിഞ്ഞു കൊല്ലലാണെങ്കിലും അടിക്കലാണെങ്കിലൊക്കെ അതിന് ഒരുപാട് ആളുകൾ സാക്ഷി നിൽക്കണം. ആരെങ്കിലും സാക്ഷി നിന്നിട്ട് കാര്യമില്ല. വല്ലശദ അദാബഹുമാ ത്വായിഫത്തും മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽപ്പെട്ട നല്ലൊരു സംഘം ആളുകൾ അവിടെ ഒരുമിച്ച് കൂടണം, തടിച്ചു കൂടണം. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഒരു ശിക്ഷ. അതേ സമയത്ത് ഒരാൾ കള്ള് കുടിച്ചാൽ അങ്ങനെ പരസ്യമായിട്ട് എല്ലാരും വിളിച്ചുകൂട്ടിട്ട് ശിക്ഷിക്കണം എന്നില്ല. കൊടുക്കേണ്ട ശിക്ഷ ഒരു ന്യായാധിപൻ, ഒരു ഹാക്കിം അങ്ങോട്ട് ശിക്ഷിച്ചാൽ അത് റെഡിയാ. ഖദ്ഫിനും അങ്ങനെ തന്നെ. അതേ സമയത്ത് ഇതങ്ങനല്ല. ഇത് കുറച്ച് ആൾക്കാരെ സാക്ഷിയാക്കണം. ഇതൊന്ന് പബ്ലിസിറ്റി ചെയ്ത് ആ ആൾക്കാർ തന്നെ നല്ലവരാകണം. മോശപ്പെട്ട ആൾക്കാർ സാക്ഷിയാകാൻ പറ്റൂലല്ലോ, നല്ലവരാകണം. അവരെ ഒരുമിച്ച് കൂട്ടി നിർത്തിയിട്ട് വേണം ഇത് പറയാൻ. മൂന്നാമത്തെ കാരണം ഹുദൈഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ മാശറൻ നാസ്, ഓ മനുഷ്യ സമൂഹമേ, ഇത്തഖുസിന, നിങ്ങൾ സിനയെ സൂക്ഷിക്കണം. ഫൈന്ന ഫീഹി സിത്ത ഖിസാൽ, സിനയിൽ 6 കാര്യങ്ങൾ വരുന്നുണ്ട്. 6 വിഷയങ്ങൾ സിന കൊണ്ടുണ്ടായിത്തീരുന്നുണ്ട്. സലാസത്തുൻ ഫിദ്ദുനിയ, 3 ദുനിയാവിൽ വെച്ചുള്ളതാണ്. വസലാസുൻ ഫിൽ ആഖിറ, 3 പരലോകത്ത് വെച്ചാണ്. ഇതും വളരെ കടുപ്പമേറിയതാണ്. ദുനിയാവ് കൊണ്ട് അവസാനിക്കുന്നില്ല, ആഖിറത്തിലുമുണ്ട്. 3 അപകടങ്ങൾ ഇവിടെ, 3 അവിടെ. ദുനിയാവിലുള്ളത് ഫയുദ്ഹിബുൽ ബഹാ, സിന ചെയ്താൽ ഈമാനുള്ള മനുഷ്യന് ഉള്ള ഒരു നൂറുണ്ട്, അള്ളാഹു നൽകിയ നൂറ്.
അത് ഈമാനിന്റെ നൂറാണ്. ആ നൂറിനെ തുടച്ചു നീക്കും സിന. വേശ്യാവൃത്തി കൊണ്ട് ആദ്യം തന്നെ ഉണ്ടായിത്തീരുന്ന അപകടം ഫയുദ്ഹിബുൽ ബഹാ. മുഅ്മിനായ മനുഷ്യന്, ആണിനും പെണ്ണിനും അല്ലാഹു നൽകിയ ഈമാനിന്റെ ഒരു പ്രഭയുണ്ട്. ആ പ്രഭയെ സിന തുടച്ചു നീക്കും. രണ്ടാമത്തത് വയൂരിസുൽ ഫഖർ, ദാരിദ്ര്യം ഉണ്ടാക്കി തീർക്കും. അതുകൊണ്ടാണ് സിന കൊണ്ട് പേരുകേട്ട ഏതെങ്കിലും ഗ്രാമങ്ങളെയോ തെരുവോരങ്ങളെയോ പരിശോധിക്കൂ. അവിടെ പട്ടിണി കിടക്കുന്ന പാവങ്ങൾ കുനേന കുമിഞ്ഞുകൂടുകയാണ്. ഒന്നും രണ്ടുമല്ല, നമ്മുടെ രാജ്യത്തുമുണ്ട്. ഞാൻ ആ പേര് പറയുന്നില്ല. നമ്മുടെ നാട്ടിലുമുണ്ട്, നമ്മുടെ പരിസര പ്രദേശങ്ങളിലുമുണ്ട്. സിന കൊണ്ട് കേളികേട്ട സ്ഥലത്തെ പരിശോധിച്ചു നോക്കൂ. ഫുഖറാ അവിടെയൊന്നും പെരുത്തു വരുന്നു. ജീവിക്കാൻ വകുപ്പില്ലാത്തോല് തടിച്ചു കൂടി 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 വരിക. കാരണം സിനക്ക് വേണ്ടി എന്തും ചെലവഴിക്കാൻ ഒരുങ്ങുന്ന മനുഷ്യന് പിന്നെ അത് ബാക്കിയുള്ളത് മുഴുവനും നഷ്ടപ്പെടുകയാണ്. കോടിപതിയായ ഒരു മുതലാളി ഫക്കീറായി മാറിയത് ഒരൊറ്റ കാരണം കൊണ്ടാണ്, സിനയായിരുന്നു. കാരണം ആ കോടിപതിയെ സ്വാധീനിക്കാൻ വേണ്ടി ആ മനുഷ്യന്റെ മുന്നിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചു കൊടുത്ത സ്ത്രീകൾക്ക്, വേശ്യകൾക്ക് അദ്ദേഹം കൊടുക്കേണ്ടി വന്ന, അവർക്കും കമ്മീഷൻ ഉള്ള ആളുകൾക്കും കൊടുക്കേണ്ടി വന്ന മുതലിന്റെ കണക്ക് നോക്കുമ്പോ നമ്മളൊക്കെ നാണിച്ചു. മനുഷ്യന്റെ ശരീരത്തിന് വില പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അത്തരത്തിലൊരു പെണ്ണിനെ കിട്ടണമെങ്കിൽ ഒരു 2 ലക്ഷം അവൾക്ക്, അത് കൊണ്ടുതരുന്ന ആൾക്ക് ഒരു 50,000, അങ്ങനെ. അതിന് വേറെ കുറെ തടസ്സങ്ങളുണ്ട് ഓൽക്കും. ഇങ്ങനെ തുടങ്ങി ദിനേന ചെലവഴിക്കുന്നത് നോക്കിയാൽ ആളുകൾ നോക്കിയിട്ട് ആളുകൾ ഫഖറിലേക്കാണ് പോകുന്നത്. സിന കൊണ്ടുണ്ടായിത്തീരുന്ന ഒരു ദുരന്തമാണത്. മൂന്നാമത്തെ ദുനിയാവിൽ വെച്ച് അനുഭവിക്കുന്നത് വയുൻഖിസുൽ ഉംറ, ആയുസിനെ അത് ചുരുക്കിക്കളയും. ആയുസ് അല്ലാഹു തആല അവൻ കണക്കാക്കിയ ആയുസ്, ഇനി അവൻ തിമർത്താടിയിട്ട് ഇവിടെ കുറെ കാലം കഴിയണ്ട, അവനങ്ങ് പോയിക്കോട്ടെ എന്ന് തീരുമാനിച്ച് അവന്റെ ആയുസിനെ ചുരുക്കി കൊടുക്കും, കുറച്ചു കൊടുക്കും. നന്മ ചെയ്യാനുള്ളൊരു വകുപ്പുണ്ടാകൂല. ആ ഒരു തിന്മയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പരലോകത്തുള്ള വിഷയമോ ഫസുഖ്തുല്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹു തആലാന്റെ കോപമാണ്, ദേഷ്യമാണ്. അല്ലാഹു തആല റഹ്മത്തിന്റെ നോട്ടം നോക്കേണ്ട ആ പരലോകം, മുഅ്മിനീങ്ങളിലേക്ക് അങ്ങനല്ലേ നോട്ടം വരേണ്ടത്. അവിടെ അല്ലാഹുവിന്റെ സുഖ്താണെങ്കിൽ പിന്നെ എവിടെ ജയിക്കാൻ പറ്റുക? അല്ലാഹു തആല ദേഷ്യത്തോടെ ഈർഷ്യതയോടെ നോക്കുന്ന നോട്ടം. രണ്ടാമത്തത് സൂഉൽ ഹിസാബ്, ദുർവിചാരണ. ആ മനുഷ്യനെങ്ങനെ ഓപ്പറേഷൻ ചെയ്യുമ്പോ കോടിക്കണക്കിന് ആൾക്കാർക്കിടയിൽ വെച്ചാണ് ഇവനെ ഓപ്പറേഷൻ ചെയ്യുന്നത്. ഒരു കോടതിയുടെ മുറ്റത്ത് തടിച്ചുകൂടിയ ആളുകൾ മാത്രമല്ല, ഏതെങ്കിലും ഒരു നാട്ടുകാര് മാത്രമല്ല, ഏതെങ്കിലും ഒരു കുടുംബം മാത്രമല്ല, ഒരു രാഷ്ട്രക്കാര് മാത്രമല്ല, ലോകതരത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കിടയിലും വെച്ച് അവനെ നടത്തുന്ന വിചാരണ ദുർവിചാരണയാണ് അവന് വരുന്നത്. ഏറ്റവും ദുഃഖകരമായ സാഹചര്യമാണ് അവന്റെ വിചാരണയിലുള്ളത്. എണ്ണി എണ്ണി അല്ലാഹു തആല ചോദിക്കുമ്പോ നിഷേധിക്കാൻ മനുഷ്യൻ ഒരുമ്പെടും. പക്ഷേ അവന്റെ ശരീരത്തിലെ അവയവങ്ങൾ അനുകൂലമായി സാക്ഷി പറയും. അതുകൊണ്ടാണ് കേടായി സാക്ഷി പറയുന്ന ശരീരത്തിലെ ആദ്യത്തെ അവയവം ഫഖിദുൽ ഐസറു, ഇടത്തെ കാലിന്റെ തുടയലാണെന്ന് സദഖ റസൂലുള്ളാഹി. കാലിന്റെ തുടയല്ലറിയാതെ നടക്കോ? ആദ്യമായിട്ട് മനുഷ്യന് പ്രതികൂലമായി ശരീരത്തിൽ നിന്ന് എതിരായി സാക്ഷി പറയുന്നത് ഇടത്തെ കാലിന്റെ തുടയലാണെന്ന് പറയുമ്പോ ഈ വൃത്തികേടിന്റെ വിഷയം എത്ര വലുതാണ്. എല്ലാരെയും തള്ളിയെന്ന് വെച്ചു, എല്ലാവരെയും തള്ളി മനുഷ്യൻ ഒന്നും അംഗീകരിക്കൂല, സ്വീകരിക്കൂല എന്നാണെങ്കിൽ അവനാന്റെ ശരീരം മിനുക്കിക്കൊണ്ട് നടന്ന ശരീരത്തിന്റെ ഉൾഭാഗത്തുള്ള എല്ലുകളൊക്കെ ഈ വിഷയത്തിന് കൃത്യത്തിന് സാക്ഷി പറയുമ്പോ പിന്നെ മനുഷ്യൻ നിസ്സഹായകനാവുകയാണ്. ഇനി ഒരു രക്ഷയില്ല, ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് തീരുമാനിക്കാൻ. മൂന്നാമത്തെ വിഷയം വഅദാബുന്നാർ, നരകത്തിലെ ശിക്ഷയും ഉണ്ട്.
ദുനിയാവിൽ 3 എണ്ണവും ആഖിറത്തിൽ 3 എണ്ണവും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടെ എണ്ണിയ 3ാമത്തെ വളരെ കടുപ്പമേറിയ വിഷയമാണിത്. അയ്യു ദംബി അഅലമു, തങ്ങളോടൊരു ചോദ്യം, ഏറ്റവും പാപം, ഏറ്റവും വലിയ കുറ്റം ഏതാണ്? തങ്ങൾ പറഞ്ഞു, അൻതജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അല്ലാഹു തആലാക്ക് വേണ്ടി നിങ്ങൾ റിബലുകളെ സൃഷ്ടിക്കുക, അല്ലാഹു നിങ്ങളെ പടച്ചിട്ടുണ്ട്. രണ്ടാമത് അൻതഖ്തുല വലദക ഖശിയതൻ യഅകുല മഅക, നിങ്ങളുടെ സന്താനങ്ങളെ നിങ്ങൾ കൊന്നുകളയുക, കൂടെ ഭക്ഷിക്കുമെന്ന് പേടിച്ചുകൊണ്ട്. ഇതിനൊക്കെ തീറ്റിപ്പോറ്റണല്ലോ എന്ന് പേടിച്ചിട്ട് നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ചയാണ്. ഏറ്റവും വലിയ ദമ്പ് ശിർക്കാണ്. ശിർക്കിന്റെ നേരെ തായെണ്ണിയത് ഇപ്പോഴും നമ്മൾ അടുത്ത് കണ്ടില്ലേ, കുട്ടികളെ വഴിയോരത്താക്കിയിട്ട് മാതാവ് വിട്ടുകളഞ്ഞത്. എന്തിനാണ് അതിനൊക്കെ തീറ്റിപ്പോറ്റണ്ടേ എന്നുള്ള ഒറ്റ പേടി കൊണ്ട്. ഇതിനൊക്കെ വലുതാക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പൊ തന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലലാണ്. എത്രയാണ് കുഞ്ഞുങ്ങളെ കൊല്ലുന്നത്. മനുഷ്യന്റെ സ്നേഹത്തിന്റെ അംശം എത്ര കണ്ട് വറ്റിട്ടുണ്ട്. ഉമ്മയുടെ സ്നേഹമല്ലേ വലിയ സ്നേഹമായി കണക്കാക്കപ്പെടുന്ന സ്നേഹം. ഉമ്മാക്കാണല്ലോ അള്ളാഹു റഹ്മ കൊടുത്തത്. റഹ്മിൽ നിന്നാണല്ലോ റഹ്മത്തൊക്കെ വന്നത്. റഹ്മ എന്ന് പറഞ്ഞാൽ ഗർഭാശയമല്ലേ. ആ ഗർഭത്തിൽ കടന്നിട്ട് താലോലിച്ച ആ കുട്ടിയോട് വരുന്നൊരു അനുകമ്പയും സ്നേഹവും വാത്സല്യവും ഉപ്പയെക്കാളും എത്രയോ സ്റ്റേജ് മുന്നിലുണ്ടാകേണ്ട ഉമ്മ സ്വന്തം മകനെ കാമുകൻ അടിച്ചു കൊല്ലുന്നത് കണ്ടിട്ട് കുത്തനെ നോക്കി നിന്ന സന്ദർഭം നമ്മൾ എത്ര എണ്ണം വായിച്ചു. ചെറിയ കുട്ടിയെ, 7 വയസ്സായ കുട്ടിയെ കാമുകൻ അവന്റെ രതിമൂർച്ചയ്ക്ക് വേണ്ടി തലക്കടിച്ച് തറയിലടിച്ച് കൊല്ലുമ്പോ വാവിട്ട് കരയുന്ന ആ കുട്ടിയുടെ ശബ്ദം കേട്ടിട്ട് ഒന്ന് തടയുന്നത് പോയിട്ട് അടിക്കരുത് എന്ന് പറയാനോ ആ കുട്ടിയെ ഒന്ന് പിടിച്ചു വെക്കാനോ മാതാവിന് തോന്നിയിട്ടില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എത്ര വലുതാണ്. നിന്റെ കൂടെ ഭക്ഷിക്കുമെന്ന് പേടിച്ചിട്ട് നിന്റെ കുട്ടിയെ നീ കൊല്ലലാണ് ഏറ്റവും വലിയ പാപം. സുമ്മ അയ്യോ, പിന്നെ ഏതാണ്? നിന്റെ അയൽവാസിയുടെ ഭാര്യയെ നീ വ്യഭിചരിക്കലാണ്. എത്ര കുടുംബങ്ങളാണ് ശിഥിലമായി പോകുന്നത്. അയൽവാസിയുടെ ഭാര്യ എന്ന് പറയാനുള്ള വിഷയം മനസ്സിലായോ? സ്വന്തം ഒരു ഭാര്യയെ അല്ലാഹു തആല കൊടുത്തിട്ട്, ഇണയെ കൊടുത്തിട്ട് അതിൽ മതിയാക്കി സുഖത്തോടെ സന്തോഷത്തോടെ പോകുന്നതിന് പകരം ആരാനുമേൽ മേക്കിട്ട് കയറാൻ വകുപ്പ് നോക്കിയിട്ട്, തക്കം നോക്കിയിട്ട് അതിനുവേണ്ടി അധ്വാനിക്കുന്നവർ. ഇതല്ലേ അള്ളാഹു പിന്നീട് ആയത്തിറക്കിയത്. ഇതേ വിഷയം നബി തങ്ങൾ അങ്ങ് പറഞ്ഞപ്പോ അതങ്ങനെ തന്നെ ആയത്തായി ഇറങ്ങി. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. അള്ളാഹു സ്വീകരിച്ച മഹത്തുക്കളുടെ അടയാളം പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞു, അവരൊരു നിലക്ക് ശിർക്ക് വെക്കൂല, അള്ളാഹ് നിഷിദ്ധമാക്കിയ ഒന്നിനെയും അവർ കൊല്ലൂല, ഒരു ശരീരത്തെയും. വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കൂല. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. ഞാൻ ഇന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1-2 വിഷയങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. സിനയുമായി ബന്ധപ്പെടുന്ന അതിന് താല്പര്യപ്പെട്ട ആളെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്ന് മാറ്റുന്നത് നോക്ക് നിങ്ങൾ. ഏത് വിധം തങ്ങൾ ഉപദേശിച്ചു കൊടുത്തുകൊണ്ടാണ്. ഒരു സദസ്സിൽ സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് വ്യഭിചരിക്കാൻ സമ്മതം തരണോ? സ്വഹാബത്തൊക്കെ അങ്ങോട്ട് എണീറ്റ്. എല്ലാവർക്കും എന്താ ഇപ്പൊ ഈ ചോദ്യം കേട്ട് പലരും പല ഭാഗത്തുനിന്ന് ഒച്ചുണ്ടാക്കി പിടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നു, എല്ലാരും അവിടെ ഇരിക്കുന്നു. ചോദിച്ച ചെറുപ്പക്കാരനോട് അടുത്ത് വരാൻ പറഞ്ഞു. ഇതിപ്പോ ഉംറക്ക് പോകാൻ സമ്മതം ചോദിക്കലുണ്ട്, കച്ചവടം നടത്താൻ സമ്മതം ചോദിക്കലുണ്ട്, പലതിനും. പാപ്പാന്റെ ഉമ്മാന്റെ അടുത്ത് പോയി നിൽക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഞാൻ ഇടക്കിടക്കൊക്കെ തങ്ങളുടെ അടുത്തേക്ക് വരുള്ളൂ, ഞാൻ അവിടെ പോയി നിൽക്കട്ടെ. സമ്മതം പലതിനും ചോദിച്ചതുണ്ട്. കച്ചവടത്തിന് സമ്മതം ഒക്കെ ചോദിച്ചിട്ടുണ്ട്, ഹജ്ജിന് പോകാൻ സമ്മതം ചോദിച്ചൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു സമ്മതം പ്രതീക്ഷിക്കൂലല്ലോ. എന്ത് സമ്മതം ചോദിക്കുന്നത്? ഇതും സ്വകാര്യമായിട്ടുള്ള സ്വഹാബത്തിന്റെ ഇടയിൽ വെച്ചല്ലേ, അവർക്കിത് കേൾക്കാൻ കഴിയും. അപ്പൊ അടുത്തേക്ക് വിളിച്ചിട്ട് തങ്ങൾ ചോദിച്ചു. അവിടുത്തെ ഉപദേശത്തിന്റെ ശൈലി നോക്ക് നിങ്ങൾ. തങ്ങൾ ചോദിക്കാണ് ചെറുപ്പക്കാരനോട്, അടുത്തേക്ക് വിളിച്ച് ഇജ്ലിസ്, ഇരിക്കുന്നു. ഇരുത്തിയിട്ട് തങ്ങൾ ചോദിച്ചു, തുഹിബ്ബുഹു ലി ഉമ്മിക. അപ്പറഞ്ഞ വിഷയല്ല സീന. നിങ്ങളെ ഉമ്മാക്ക് നിങ്ങൾ ഇഷ്ടപ്പെടും. നിങ്ങളെ ഉമ്മാനെന്ന് വൈകുന്നേരം ഒരാളൊന്ന് ചോദിച്ചാൽ കൊടുക്കും? അല്ല,
അതൊന്നും അറിയണല്ലോ. നിങ്ങളെ ഉമ്മാനെ ഇന്ന് വൈകുന്നേരം വന്നൊരാൾ ചോദിച്ചാൽ നിങ്ങൾ വിട്ടുകൊടുക്കും? വിട്ടുകൊടുക്കൂല. ഇല്ല നബിയെ, തങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും സമർപ്പിക്കാൻ റെഡിയാണ്, ഉമ്മാനെ വിട്ടുകൊടുക്കൂല. അപ്പൊ തങ്ങൾ നിങ്ങളെ മകളെ ചോദിച്ചാലോ? നിങ്ങളെ മകൾക്ക് നിങ്ങൾ ഇത് ഇഷ്ടപ്പെടും? ലാ വല്ലാഹി യാ റസൂൽ, ഇല്ല നബി, ഇഷ്ടപ്പെടൂല, ഒരു നിലക്കും ഇഷ്ടപ്പെടൂല. എന്നാ പിന്നെ അതുഹിബ്ബുഹു ഉഖ്തിക്, നിങ്ങളെ സഹോദരിക്ക്, നിങ്ങളെ അടുത്തടുത്ത് ഇങ്ങനെ പോവാണ്, നിങ്ങളെ സഹോദരിക്ക് ഇഷ്ടപ്പെടും. മകള് കഴിഞ്ഞാ പിന്നെ വളരെ വലിയ ബന്ധല്ലേ സഹോദരിയായിട്ട്, ഇഷ്ടപ്പെടും? ഇല്ലല്ല, ലാ വല്ലാഹ് ഇഷ്ടപ്പെടൂല നബി, ഞാൻ ഇഷ്ടപ്പെടൂല. അപ്പൊ തുഹിബ്ബുഹു ലി അമ്മതിക്, നിങ്ങളുടെ അമ്മത്ത്, നിങ്ങളുടെ അമ്മായിക്ക് നിങ്ങൾ ഇഷ്ടപ്പെടും. നിങ്ങളുടെ ബാപ്പയുടെ സഹോദരിക്ക് നിങ്ങൾ ഇഷ്ടപ്പെടും? ഇല്ലല്ല, ഇഷ്ടപ്പെടൂല. അപ്പൊ തുഹിബ്ബുഹു ലി ഖാലതിക്, നിങ്ങളുടെ മാതൃ സഹോദരിക്ക്, എളാമ മുത്തമ്മമാർക്ക് ഇഷ്ടപ്പെടോ? ഇല്ല, ഇഷ്ടപ്പെടൂല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, കദാലിക്കന്നാസു, മനുഷ്യന്മാരും അങ്ങനെ തന്നെയല്ലേ. അവരുടെ, നിങ്ങൾ ഒന്നുകിൽ പോകുന്നത് ഏതെങ്കിലും അവരുടെ ഉമ്മാനടുത്തല്ലേ, അല്ലെങ്കിൽ മകളല്ലേ, അല്ലെങ്കിൽ സഹോദരിയല്ലേ, അല്ലെങ്കിൽ അമ്മായിയല്ലേ, അല്ലെങ്കിൽ എളാമ മുത്തമ്മല്ലേ. ഒന്നുകൂടി ഉണ്ട്, നിങ്ങളെ സൗജ്, ഭാര്യ, മറ്റയാളെ ഭാര്യയാവൂലേ. നിങ്ങൾ ഈ സ്വീകരിക്കാൻ പോകുന്ന ഈ മെമ്പർമാരിൽപ്പെട്ട ആരെങ്കിലും ഒരാളാവൂലോ. ജനങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടാത്തൊരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത, പിന്നെ അവരിൽ എന്തിനു നിങ്ങൾ അടിച്ചേൽപ്പിക്കണം? അവരുടേത് നിങ്ങൾക്ക് കിട്ടണമെന്നും നിങ്ങളുടേത് കൊടുക്കാനാകൂല എന്ന് പറഞ്ഞാൽ ശരിയാകും? നിങ്ങളുടെ ചോദിച്ചപ്പോ നിങ്ങൾ ഒന്നും കൊടുക്കൂല, ആരും കൊടുക്കൂല, വിട്ടുകൊടുക്കൂല എന്നാ. നിങ്ങൾക്ക് കിട്ടേണ്ടത് ഇങ്ങനത്തെവരല്ലേ. അപ്പൊ ആ സ്വഹാബി പറഞ്ഞു, ഇല്ല നബിയെ, ഞാൻ ഒരു നിലക്കും ഇനി അത്തരത്തിൽ വിഷയത്തിലേക്കില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൈവച്ചു, അദ്ദേഹത്തിന്റെ നെഞ്ചിന്റെ ഭാഗത്ത് കൈവച്ചിട്ട് തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു, അല്ലാഹുമ്മ ഗ്ഫിർ ദംബഹു വതുഹിർ ഖൽബഹു വഹസ്സിൻ ഫർജഹു. അല്ലാഹുവേ, ഇദ്ദേഹത്തിന്റെ ദോഷങ്ങളൊക്കെ നീ പുറത്തു കൊടുക്കണം, ഖൽബ് നീ ശുദ്ധിയാക്കി കൊടുക്കണം, സ്വകാര്യതയ്ക്ക് നീ പരിശുദ്ധി നൽകണം. സ്വഹാബത്ത് പറയാണ്, ആ ഉപദേശം കിട്ടിയിട്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാണ്, ഫലം യകുൻ ബഅദ ദാലികൽ ഫതാ യൽതഫിതു ഇലാ ശൈഇ. ഈ ഉപദേശം കിട്ടി അവിടെ നിന്ന് പോയിട്ട് പിന്നെ ഒരു ഭാഗത്തേക്കും തിരിഞ്ഞു നോക്കുന്ന ഏർപ്പാട് പോലുമില്ല. ഒരു പെണ്ണിനെ, അന്യ പെണ്ണിനെ നോക്കുന്ന പണി പോലും ഇല്ല. കാരണം ഹൃദയത്തിലേക്ക് ആ ഉപദേശം സ്വീകരിച്ചു. തങ്ങൾ ഉപദേശിച്ചത് അങ്ങനെയാണ്. വളരെ ചിന്തിക്കുമ്പോ ഇതല്ലേ അതിന്റെ ശരി. സ്വന്തത്തിന് ഇഷ്ടപ്പെടാത്തത് മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ലല്ലോ. ഈമാനിന്റെ ഒരു ഭാഗമല്ലേ അൻതുഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക് വതക്റഹ ലിന്നാസി മാ തക്റഹു ലിനഫ്സിക്. ഈമാന്റെ പ്രധാനപ്പെട്ട ഭാഗമല്ലേ. തങ്ങൾ ഉപദേശിച്ച ഒന്നല്ലേ, നിനക്ക് ഇഷ്ടമാകുന്നത് നീ ജനങ്ങൾക്കും ഇഷ്ടപ്പെട്ടത് കാണണം, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിനക്കും ഇഷ്ടമായി കാണണം. നീ ജനങ്ങളൊക്കെ വെറുക്കുന്നത് നിനക്കും വെറുപ്പായി കാണണം. നിനക്ക് വെറുപ്പും സ്വന്തത്തിന് വെറുപ്പും മറ്റുള്ളവരിന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ നടക്കുക? തിരുത്തി ഇനി അങ്ങനെ ഉണ്ടാകൂല എന്നുള്ള അവസ്ഥയിലേക്ക് മാറ്റി. ആ സിനയെപ്പറ്റി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിശദീകരിച്ചപ്പോ അവയവങ്ങളെ ഒന്നും ഒഴിവാക്കിയില്ലല്ലോ. കണ്ണിനെ പറ്റി പറഞ്ഞല്ലോ, കണ്ണിന്റെ നോട്ടം സിനയാണ്. അപ്പോഴേ ഉസ്താദേ, മറ്റുള്ള പെണ്ണുങ്ങളൊക്കെ സംസാരിക്കാൻ വന്ന സംസാരം കേട്ടാതിരുന്നു നോക്കണെന്തിനാ? നാളിപ്പോ ഒരു പെണ്ണങ്ങനെ വന്ന്, ആ പെണ്ണ് റൂമിന്റെ നേർക്ക് നേരെ മുന്നിൽ വന്നപ്പോ ബാക്കോട്ടൊക്കെ അറിയാം. മുന്നിൽ കണ്ട, മുന്നിൽ നേർക്കേറെ സംസാരിക്കണമെന്നെങ്കിൽ പെങ്ങളോ അല്ലെങ്കിൽ മകളോ അല്ലെങ്കിൽ ഭാര്യ മറ്റൊക്കെ അല്ലേ, ബാക്കോട്ടൊക്കെ സംസാരിച്ചോളി. കേൾക്കാൻ, നിങ്ങൾ പറഞ്ഞ കേൾക്കാനല്ലേ, മസാല ചോദിക്കുന്നത് കേൾക്കാനല്ലേ, കേട്ടോളാലോ, കാണേണ്ട ആവശ്യമില്ല. അങ്ങനെ ആവശ്യത്തിനുള്ള മതിയല്ലോ. ഒരു പെന്തിനാ വന്നത്? വിഷയം ചോദിക്കാനാണ്. ചോദിച്ചാ പോലെ കാണുന്നതിനാ? കണ്ടിട്ട് ഒരേ വർഷം നമ്മൾ കോടതിയിൽ സാക്ഷ്യത്വമല്ലോ. കോടതിയിൽ സാക്ഷ്യത്വമ്പോ കാണേണ്ടി വരും.
അപ്പോ മുഖം വെളിവാക്കേണ്ടത് ആരാൻ തിരിച്ചറിയണ്ടേ? അപ്പൊ അവിടെ കാണേണ്ടി വരും. ആ കാണൽ ഹലാലുമാണ്. കാണാൻ വേണ്ടിയിട്ട് പോലെ നോക്കേണ്ടി വരും. ഒറിജിനൽ സാക്ഷി തന്നെ തിരിയേണ്ടത്, താത്തിട്ട തിരിയില്ലല്ലോ. അപ്പൊ അതിന് നെവർ ഹലാല, നോട്ട ഹലാല. ഡോക്ടർ പരിശോധിക്കുമ്പോൾ കാണേണ്ടി വരും. കാണേണ്ട രംഗങ്ങളുടെ അവിടെ കാണണം. ഒരു പെണ്ണിനെ നോക്കാൻ പോകുമ്പോ ആ പെണ്ണ് ബുർക്കിട്ട് ഞാൻ പെണ്ണിനെ കാണും. പെണ്ണ് കാണാൻ പോകുമ്പോ പെണ്ണിന്റെ മുഖം കാണണ്ടേ? അപ്പൊ ബുർക്കിട്ടിരുന്ന അങ്ങനെ കണ്ട് അപ്പൊ അവിടെ കാണണം. കാണേണ്ട രൂപങ്ങൾ കാണണം. ആണ് കാണാൻ പോകുമ്പോ ആണും പൊത്തി പോയാൽ കാണും. കാണണം. കാണാൻ പറ്റിയെടുത്ത് കാണണം. എന്നിട്ട് പരിമിതിക്കുണ്ട് അനുസരിച്ച് കാണണം. ആ പരിധിന്റെ അപ്പുറം വിട്ടുപോയാൽ അൽ ഐനാനി സിനാഹുമ അന്നദർ, കണ്ണിന്റെ സ്വഭാവം അങ്ങനെയാണ്. വൽ ഉദ്നാനി, കാതിനുണ്ട് സിനാഹുമ അൽ ഇസ്തിമാ, കേൾക്ക. എന്ത് കേൾക്ക? ഒന്നുകിൽ ഇലാ കലാമി സാനിയത്തി, വ്യഭിചാരം വർദ്ധിക്കും ഞാൻ വെറുതെ പറഞ്ഞതല്ല. സോഷ്യൽ മീഡിയകളില് പലരും പലരുടെയും അനുഭവങ്ങൾ, വേശ്യാവൃത്തിയുടെ കുറിപ്പുകൾ. ബട്ടണമർത്തണ്ടോ, ബട്ടണമർത്തണ്ട. കാതിന്റെ സിന, വേശ്യാവൃത്തി പറഞ്ഞ ആളുകളുടെ അനുഭവം പറയുന്ന കേൾക്കൽ. അല്ലെങ്കിലോ ഇലാ സൗത്തിൽ മർഅത്തിൽ അജ്നബിയ്യ, ഇബ്നു ഹജർ തങ്ങളുടെ തഫ്സീറാ ഞാൻ വായിക്കുന്നത്, ഹദീസിന്റെ വിശദീകരണം. ഇലാ സൗത്തിൽ മർഅത്തിൽ അജ്നബിയ്യ, അന്യ സ്ത്രീയുടെ ശബ്ദം കേട്ടിട്ട് ആനന്ദിക്കുക. അത് കേട്ടാലോ ഫിത്ന വരും, അവരിലേക്ക് മോഹം വരും. അത് മതി, അവരെ കാണാനുള്ള താല്പര്യം. ശബ്ദം തന്നെ എങ്ങനെ ഉണ്ടെങ്കിൽ ബാക്കി എങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു ചിന്ത, അത്ര മതി. ഉല്ലദത്തുണ്ടായാൽ മതി. അതിന്റെ അപ്പുറത്തേക്ക് പോയാലോ പിന്നെ കാര്യം മോശമാണ്. ലിസാനു, നാവിനുമുണ്ടല്ലോ സിന, സിനാഹുൽ കലാമു, അന്യ സ്ത്രീയോടുകൂടെ സംസാരിക്കുക. എങ്ങനെ സംസാരിക്കുക? അവരോട് സിന കൊണ്ട് കരാറ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിലേക്ക് കിട്ടുന്ന ആൾക്കാരെ അന്വേഷിച്ചിട്ട്. അങ്ങനെയുണ്ട്. ഔ മഅമൻ യതവസ്സലു ബിഹി ഇലൈഹാ അലാ വജ്ഹിൽ ഹറാം, ഹറാമായ രൂപത്തിൽ സിനയിലേക്ക് കോപ്പുകൂട്ടിത്തരാൻ പറ്റുന്ന ആൾക്കാർക്ക് മധ്യവർത്തിയായി നിൽക്കുന്നവരോട് സംസാരിക്കും, പെണ്ണിനോട് തന്നെ. എന്നിട്ട് പറഞ്ഞു ഇതിൽപ്പെട്ട് അന്യ പെണ്ണിനെ കൊണ്ട് പാട്ടുപാടി സുഖിപ്പിക്കുന്ന സ്വഭാവം, അതും ലിസാനാണ്, നാവിന്റെ സിനയാണ്. ഇതൊക്കെ പറഞ്ഞാല് ഒരുപക്ഷെ നമ്മൾ ഒറ്റപ്പെടുന്ന പലർക്കും ഉണ്ടാകും. എനിക്ക് ആ പേടി പണ്ടേ ഇല്ല. അങ്ങനെ പറയേണ്ടടുത്ത് കാര്യങ്ങൾ പറയണം. അത് ഉറപ്പായിട്ട് ഹക്കായിട്ട് പറയണം. ആരതിനെ എതിർത്താലും ഹക്ക് ഹക്ക് പോലെ പറയണം. അതിന് അല്ലാഹു തൗഫീഖ് തരട്ടെ. നമുക്ക് യാതൊരു പ്രശ്നവും അതിലില്ല. വൽയദു സിനാഹാ അൽ ബത്ഷൂ, പെണ്ണുങ്ങളെ പെൺകുട്ടികളെ കൊണ്ടങ്ങനെ പാട്ട് പാടിയിട്ടേ മുന്നിൽ നിന്നിട്ട് നമ്മളിങ്ങനെ വലിയ വലിയ ദീന്റെ പ്രവർത്തകരായിട്ട് മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ സുഖിച്ചിട്ട് ഇങ്ങനെ അതിനൊക്കെ ഇങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ സമ്മാനം കൊടുത്ത് ആ സംഗതി ഉഷാറാണ്, ദീനിന്റെ മുഖ്യമായ പരിപാടി ഇപ്പൊ നടന്ന് സുന്നത്തമാത്തിന്റെ ഒന്നാമത്തെ ആശയാന്ന് പറഞ്ഞ് നടക്കാൻ നിൽക്കണ്ട. പരിധി വിട്ടുപോയ കാര്യങ്ങളൊക്കെ അപകടമാണ്. ഞാനിപ്പോ അത്രേ പറയുന്നു. വല്യദു സിനാഹാൽ ബതുഷ്, കൈയിന്റെ സിന എന്താണ്? അത് സ്വീകരിക്കാൻ പാടില്ലാത്ത, തൊടാൻ പാടില്ലാത്ത തൊടുക, അതാണ്. എന്നിട്ട് അതിൽ പറഞ്ഞു വയദ്ഖുലു ഫീഹാ, തഫ്സീർ ഹദീസിന്റെ തഫ്സീറാ വായിക്കുന്നത്, വയദ്ഖുലു ഫീഹാ അൽ കിതാബത്തു ഇലൈഹാ, അന്യ പെണ്ണിന് കത്ത് എഴുതുക, മെസ്സേജ് എഴുതുക. വറമ്യുൽ ഹസ അലൈഹിമ, ഒരു കല്ലെടുത്തിട്ട് ഒന്നിങ്ങനെ എറിയൊന്ന് നോക്കാൻ വേണ്ടിയിട്ട്, ഒരു ചെറിയ കല്ലെടുത്തിട്ട് ഒന്നിങ്ങനെ, അല്ലെങ്കിൽ കയ്യിലൊരു മിഠായി ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുമ്പോ എന്താ വീണോ നോക്കുമല്ലോ, നോക്കുമ്പോ കാണുമല്ലോ, ഇത് കൈയിന്റെ സിനയാണ്. ഓ എന്തൊരു ചർച്ചയാണ്. എന്താ ഇപ്പൊ ഒരു പെണ്ണിന് കൈയെടുത്താല് എന്നുള്ളതെന്ന് ഒരു കാലത്ത് ചർച്ച. ഒന്ന് ആലോചിക്കുക. ഷേക്ക് ഹാൻഡ് ഹലാലായി കിട്ടാൻ വേണ്ടി, ചുംബന ഹലാലായി കിട്ടാൻ വേണ്ടി എന്താണ് ഇപ്പൊ ആൾക്കാരുടെ അവസ്ഥ? ചുംബന ഹലാലായി കിട്ടാൻ ചുംബന മത്സരം, ചുംബന സമരം. മനുഷ്യന്മാരൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. എത്ര താഴെക്കിടയിലേക്കാണ് ഈ ബുദ്ധിയുള്ള മനുഷ്യന്മാർ താഴോട്ട് പോയത്. പൊട്ടന്മാര് പോയത്ര കുഴപ്പമില്ലെന്നൊക്കെ അന്നം തിന്നുന്ന സൈസ് മനുഷ്യന്മാരല്ലേ പോണത്. അതിനനുസരിച്ച് നിന്നു കൊടുക്കാൻ കുറെ ആൾക്കാരും, അതല്ലേ അജബ്. നിങ്ങൾ ഇഷ്ടം പോലെ ചുംബിച്ചു കൊടുത്തതിന് സമരാണ്, ഹലാലായി കിട്ടുന്ന സമരാണ്. എങ്ങനെ അന്യ പെണ്ണിന് കൈ കൊടുക്കുക? എല്ലാരും പിന്നെ ഇന്ന് പഠനം അവസാനിപ്പിച്ചു പോയല്ലോ, പരസ്പരം എല്ലാവരും കൈയെടുത്ത് പിരിഞ്ഞോളി. എന്താണ് പരിപാടി? എഴുതുന്ന എഴുത്തിന് തന്നെ അവനാന് പറ്റിയത് മാത്രമേ ഇതാവൂ. ഓട്ടോഗ്രാഫ് എഴുതിയാലും ശരി, എന്ത് ഗ്രാഫ് എഴുതിയാലും ശരി, അല്ല പൊരുത്തപ്പെടുന്നതിൽ എഴുതാവൂ, അല്ലാത്തൊരു കലാം എഴുതാൻ പാടില്ല. ആഖിറത്തിലേക്ക് ചോദ്യത്തിന് വെളിവാക്കപ്പെടുന്ന ഒരു രേഖയാകരുത്. എണ്ണി ചോദിക്കുന്ന രേഖയാകാൻ പാടില്ല. അതൊരു വസിയ്യത്ത്, ഒരു നിർദ്ദേശം. ആ നിർദ്ദേശം എഴുതാവൂ.
അതിലപ്പുറം എന്തെങ്കിലും ഒന്ന് ധ്വനിപ്പിക്കുന്ന അനാവശ്യത്തിലേക്ക് ഒരു ചെറിയ സൂചന നൽകുന്നത് പോലും എഴുതി കൊടുക്കാൻ പാടില്ല. സിന നടക്കുന്നതിലേക്കോ സിനയിലേക്ക് താല്പര്യപ്പെട്ട വിഷയങ്ങൾ കാണുന്നതിലേക്കോ കാലുകൊണ്ട് ചവിട്ടിപ്പോവുക. ഒരു നടി വന്നിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു, എന്താണ് അവിടെ നമുക്ക്? ഇപ്പൊ അടുത്ത് ഞാൻ ഒരു സദസ്സ് കണ്ടപ്പോ ഞാൻ അങ്ങനെ കൽബ് പൊട്ടിപ്പോയി. ഒരു ഉദ്ഘാടനം ചെയ്തിട്ട് ഒരാൾ പോയി, പിന്നെ അവിടെ എന്തൊക്കെ ഒരു പാട്ടും കൂത്തും നടക്കുന്നു. സുബ്ഹാനല്ലാഹ്, ജമാഅത്തിന് പോകുന്ന നല്ല പരിക്കം കൊണ്ട് കെട്ടിയ ആൾക്കാരൊക്കെയാണ് മുന്നിൽ ഇരുന്നിട്ട് ഇങ്ങനെ വീക്ഷിക്കുന്നു. ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയി, പടച്ചോനെ എന്താണ് ഇപ്പൊ ഈ കാണുന്ന കാഴ്ച? സുന്നത്തൊന്നും ഒരു കുറവില്ല. എന്താ ആ മുത്തനബിന്റെ സുന്നത്തല്ലേ ആദരിച്ചത്? എന്നിട്ട് ഇറ്റ് പോയിരുന്നിട്ട് ഇങ്ങനെ കേക്കാണ്. ഇങ്ങനെയുള്ള കൊയൽവിളി, ഇങ്ങനെയുള്ള കൂക്കുംവിളി മറ്റും നടത്തുന്നിടത്തൊക്കെ ചില പോട്ടന്മാരായ മൂല്യന്മാരും, അങ്ങനെ പറയാനാ ഞാൻ ഉദ്ദേശിക്കുന്നു, ഓല അതിന്റെ മുന്നിൽ ഇങ്ങനെ ആന്നും പറഞ്ഞ തൊള്ളിയും പൊളിച്ചിട്ട് ഇങ്ങനെ മേപ്പോട്ട് നോക്കി കൂടാണ്. എന്താ ഓൽക്ക് അവിടെ? ഓലിക്കുപ്പായ ഊരിട്ട് വേറെ പണിക്കൊണ്ട് ഓൽക്കെന്താ അവിടെ? അനാവശ്യമായ ശബ്ദകോശങ്ങൾ നടക്കുന്നിടത്ത്, അനാവശ്യമായ ശബ്ദകോശങ്ങളും അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുന്നിടത്ത് മുസ്ലിമിന് എന്താണ് അവിടെ കാര്യമുള്ളത്? ഒന്നുമല്ല. ഇതിനൊന്നും ഒരു ബറക്കത്തില്ലാത്ത അത് നിങ്ങൾ നോക്കി, നല്ല നല്ല ആലിമീങ്ങളെ കൊണ്ട്, സയ്യിദന്മാർ കൊണ്ട് മാത്രം ഉദ്ഘാടനം ചെയ്യിപ്പിച്ച കടകൾ ഒന്ന് എടുത്തു നോക്കുക, അതിന് കിട്ടുന്ന ഒരു ബറക്കത്തും ഇത്തരത്തിലുള്ള കൂത്താട്ടങ്ങൾ നടത്തിയ ഉദ്ഘാടനത്തിന് കിട്ടിയ ബറക്കത്ത് കുറവും ദാരിദ്ര്യവും കടവും കടത്തിന്റെ കടവും ഒന്ന് കൂട്ടി നോക്കി, ഏതാ കൂടുതലുള്ളത്? ഉദാഹരണം വെച്ചിറങ്ങി ഞാൻ പറഞ്ഞത്. പക്ഷെ എങ്ങനെ ആയതുകൊണ്ട് വീടിന്റെ പേര് കേൾക്കുമ്പോൾ പബ്ലിസിറ്റി ആണ്ടാന്ന് എഴുതിയിട്ടാണ്. നമ്മളെ കൊണ്ടൊരു പബ്ലിസിറ്റി, തിരക്കുള്ള ഖുർആൻ ക്ലാസ്സിൽ പാകിസ്ഥാനത്തിനൊക്കെ ഒരു സംഭാവന ഇട്ടാണെങ്കിൽ പിന്നെ കാര്യം ഉണ്ടായിരുന്നൊക്കെ അല്ല, പള്ളിക്കൊരു സംഭാവന ഇട്ടാണെങ്കിൽ നല്ല ബർക്കത്തുള്ളതുണ്ടല്ലേ, നല്ല ബർക്കത്തുള്ള ആലിമീങ്ങളും സയ്യിദന്മാരെ കൊണ്ടും തുടങ്ങി അവര് മുസ്ലിം മോമിനീങ്ങൾക്ക് എന്തിനാ അതിന്റെ ആവശ്യം? ഇവിടെ ഇപ്പൊ എത്രയോ ജ്വല്ലറികൾ, ടെക്സ്റ്റൈൽസുകൾ, പലതിന്റെയും ബോർഡ് ഞാൻ കണ്ട്. ഉദ്ഘാടനത്തിന്റെ പേപ്പറുകൾ പത്രത്തിൽ കൂടെ വരല്ലോ ഉദ്ഘാടന പേപ്പർ. നമുക്കെന്തിനാ അതിന്റെ ആവശ്യം? അപ്പൊ ഉസ്താദ് ഇക്കാലഘട്ടത്തിൽ അങ്ങനെ ആര് പറഞ്ഞു ഹലാലാകും? ആരാ ഫത്വ പറഞ്ഞ? ഫത്വ എന്ന് വായിച്ചാണ് നമുക്ക് കേൾക്കണം. എന്നാ പിന്നെ നാളെ അടുത്ത ക്ലാസ്സിലാണ് പറഞ്ഞാൽ മതി. പറ്റൂല, മുസ്ലിമിനത് പറ്റൂല. അപ്പോ അത് നാട്ടുകാരുടെ എല്ലാരും വരാൻ വേണ്ടിട്ട് ഒരാളിങ്ങനെ തുണിയിച്ചിടുക, എല്ലാരും എന്റെ വീടിയൊക്കെ വരണം. അതുകൊണ്ട് ഇന്നൊരു സർക്കസ്. എന്താണ് ഇന്ന്? നക്കിന സർക്കസ്, ഒരു പുതിയ സർക്കസ്. ആള് കൂടൂലേ? ആള് കൂടാതെ ഒരു നക്കിന കലാവേദി എല്ലാവരും ഒരുക്കി. ആൾക്കാർ കാണാൻ വരുമെന്നോ? റോഡ് ബ്ലോക്ക് ചെയ്യാറ്. അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇസ്ലാമിനെ പരിഹസിച്ചിട്ടല്ലേ ആ തല മറിച്ചിട്ട് അവിടെ ഇരിക്കുന്നത്? ആ തലപ്പാവം ഒഴിവാക്കിയിട്ട് ഏതാ കൗമും തിരിയാത്ത കൊലത്തിൽ ഇരുന്നൂടെ? ആ ജമാഅത്തിലൊന്ന് പരിക്കമുണ്ടനെ കിട്ടിയിട്ട് അവിടെ ഇരിക്കണം. അല്ലെങ്കിൽ എന്താ എവിടെങ്കിലും മുട്ടോർത്ത് നമുക്കെന്താ ഇങ്ങനെ തൊള്ളി മുറിച്ചൊരു മുട്ട് കേൾക്കുമ്പോൾ നമ്മളെന്താ അവിടെ? അല്ല, ഒരു വെടി പൊട്ടുമ്പോൾ എന്താ അറിയാൻ വേണ്ടി പോണ്ടിയുണ്ട്. എന്താ പൊട്ടിയത്? ആരെങ്കിലും വന്ന് എന്തെങ്കിലും അക്രമം ചെയ്താണോ നോക്കാൻ വേണ്ടി. ഇതല്ലാത്ത കുറെ മുട്ടോർത്ത് എന്താ നമുക്കതിന്റെ പരിധിയിൽ നിന്നൊക്കെ നമ്മൾ വിട്ടത് കൊണ്ട് കാര്യമായിട്ട് നമ്മളെ പേരും പെരുമയും നമ്മളെ പരിഗണിക്കുന്ന ചെറിയൊരു പരിഗണന പോലും, മുഅ്മിൻ എന്ന പരിഗണന പോലും മാറിപ്പോകാൻ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. എന്നോടൊരാൾ ചോദിച്ചു, ഉസ്താദേ എനിക്ക് ഇങ്ങനെ ഒരു ഉദ്ഘാടനം ചെയ്യാനുണ്ട്, നിങ്ങളൊന്ന് വരണം. ഞാൻ പറഞ്ഞു ഞാൻ വരാം, പക്ഷെ ഷർത്തുണ്ട്. അതിന്റെ മാക്കബലായിട്ടോ മാബാലായിട്ടോ ഇങ്ങനെ ജാതി പരിപാടിയും പറ്റൂല. അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും? ആള് പറഞ്ഞു ഓക്കെ, ഞാൻ അംഗീകരിച്ചു. അത് ഞാൻ എൻ്റെ കൂടെ ഉള്ള ഒരു ഷെയറിന് ഓനോട് കൂടി ചോദിച്ചു സമ്മതം. ആ സമ്മതമായിക്കോളൂ, സമ്മതമെങ്കിലേ വരുള്ളൂ, വരൂല. ആൾ കൂടെ ഉള്ള ആളോട് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു അതിപ്പോ നമുക്ക് പബ്ലിസിറ്റി കുറയും. കൂടെയുള്ള ആളാരാ? അയാളും നിങ്ങൾ നോക്ക്, നല്ല നല്ല പ്രവർത്തനത്തിന് മുൻപന്തിയിലുള്ള ആളാ, സംഘടനാ രംഗത്ത് മികച്ചു നിൽക്കുന്ന ആളാണ്, ഒരു സാധാരണ ആളൊന്നല്ല. അപ്പൊ എന്നോടൊന്ന് അയാളോടൊന്ന് വിളിച്ച് ഉപദേശിക്കാൻ പറഞ്ഞു. ഞാൻ കുറച്ചു നേരം, ഒരു ഹൈറല്ലേ, ഞാൻ അതിന്റെ ദൂഷ്യവശങ്ങളും കാര്യങ്ങളും വിഷയങ്ങളൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ഘട്ടത്തിൽ അയാൾ സമ്മതിച്ചു, അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒന്നും കുറയൂല, നിങ്ങൾ വേണമെങ്കിൽ അത് കണക്കൂട്ടിക്കോളൂ. അവര് ചെറിയ കടയാ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ഒരു വർഷം കഴിഞ്ഞ് ഞാൻ അതിലൊന്ന് പോകുമ്പോ
ഞാൻ അന്ന് ഉദ്ഘാടനം ഇതൊക്കെ ഞാൻ മറന്നുപോയിട്ടുണ്ട്. ഞാൻ ചായ കുടിക്കാൻ വേണ്ടി കയറിയപ്പോ അവര് പറഞ്ഞു, ഉസ്താദേ കടകൊക്കെ ഓർമ്മല്ലല്ലോ നിങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അതാണിത്. അപ്പൊ വികസിച്ച് നമ്മൾ ഉദ്ഘാടനം ചെയ്യുമ്പോ ഇത്രയല്ലേ ഉള്ളൂ, ഇപ്പൊ വികസനല്ലോ ഒന്നായിട്ട്. ലാഭം എങ്ങനെ ഉണ്ട്? അൽഹംദുലില്ലാ ലാഭം. നിങ്ങൾ അപ്പുറത്ത് കുറെ കട തുടങ്ങി, അതൊക്കെ പൂട്ടിപ്പോയി. കാരണം എന്താ, അവിടെ തലേന്നും പിറ്റേന്നൊക്കെ സമഗ്രമായ പരിപാടികൾ. ഞാൻ അതിന്റെ ആ പേരൊന്നും കൂടെ പറയേണ്ട ആവശ്യമില്ല. നല്ല തരുണി ഹൂറുല്യങ്ങളുണ്ട് ഇറക്കിക്കും, തുടരണമെങ്കിൽ ഉതു കൊടുക്കണം. അങ്ങനത്തെ ഒന്നല്ല പൂട്ടിയത്, കുറെ പൂട്ടീന്. കാരണം അതിന്റെ അപ്പുറത്ത് ഒരു മാസം പൂട്ടി. ബറക്കത്തിന്റെ കുറവാണ്. അതാ തുടങ്ങുന്നവരക്കാര മുസ്ലിങ്ങൾ തന്നെയാണ്, സുന്നികളാണ്. അതല്ലേ രസം. ഞാനിതൊരു വിമർശനത്തിന്റെ രൂപത്തിൽ എല്ലാവരോടും ഇങ്ങനെ കത്തിക്കയറി പറയരുത്, സങ്കടം കൊണ്ട് പറയാണ്. ഇങ്ങനല്ല നമ്മൾ സ്വീകരിക്കേണ്ട ശൈലി ഒരിക്കലും. അതിന്റെ പേരിലും അള്ളാന്റെ അടുത്തൊരു ഹിസാബുണ്ട്. അവിടെ വന്ന ആ ഒരു പെണ്ണിനെ നോക്കിയിട്ട് ഏതെങ്കിലും ഒരുത്തന് ഇതിനൊക്കെ കിട്ടിയാൽ തിരക്കടില്ല എന്നൊരു തോന്നൽ തോന്നിയാൽ അതിന് ഉത്തരവാദി നമ്മളല്ലേ? പിന്നാരാ? അത് സംഘടിപ്പിച്ചവരല്ലേ അതിന്റെ ഉത്തരവാദി? തോന്നാതിരിക്കും. ഈ പത്രമാറ്റിന്റെ ഒക്കെ കണ്ടാല് ഇത്തിരി വലിയ പവറിലല്ലേ വരുന്നത്, ഹൈ പവർ. അതിനുള്ള ചെലവും അതിനുള്ള വരവൊക്കെ എത്ര കൊടുക്കണം? സ്വീകരിക്കാൻ നിങ്ങൾ വേറെ ഉണ്ട്, എല്ലാത്തിനും ഓരോന്നിനുണ്ട്. അത് ഞാൻ പറയാം. അത് ആ വിഷയങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഇങ്ങനെയുള്ള സംഗതി നടക്കുന്നിടത്ത് നമ്മൾ കാലുകൊണ്ട് നടക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള സംഗതികളിലേക്ക് നടക്കാനുള്ള അല്ല കാല്. ആ കാല് നിർവഹിക്കുന്ന സിനയാണ്. എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞു ഹദീസിന്റെ ലാസ്റ്റ്, വൽ ഖൽബു യഹ്വാ വയതമന്ന വയുസദ്ദിഖു ദാലികൽ ഫർജു വയുകദിബുഹു. ഖൽബ് ഒന്നുകിൽ ആഗ്രഹിക്കും അല്ലെങ്കിൽ നിരാകരിക്കും. ഖൽബ് ആഗ്രഹിക്കും, ആഗ്രഹിച്ച് കൊതിച്ച് ഒന്നുകിൽ അവന്റെ സ്വകാര്യ അവയവം അത് സാക്ഷാത്കരിക്കും, അല്ലെങ്കിൽ ഇതിനെ തള്ളിക്കളയും. ഇനി അത് കിട്ടിയില്ലെങ്കിൽ അതിനോട് ഒപ്പമുള്ള കിട്ടിയാൽ തിരക്കില്ല എന്നുള്ളവർക്ക് അങ്ങോട്ട് പോകും. അപ്പൊ ലാസ്റ്റ് ഈ അവയവങ്ങളെ കൊണ്ടൊക്കെ എവിടെ എത്തി? യഥാർത്ഥ സിനയിലേക്ക് എത്തി. അവയവങ്ങളിലൂടെയുള്ള സിന യഥാർത്ഥ സിനയിലേക്ക്, കുറ്റകരമായ ശിക്ഷ വിധിക്കപ്പെടുന്ന സിനയിലേക്ക് എത്തിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അവയവങ്ങളെ സൂക്ഷിക്കണം, നിയന്ത്രിക്കണം. നിയന്ത്രിക്കാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് ഏറ്റിത്തരുമാറാകട്ടെ.